कोई और मजबूरी है बेटा? कुछ मजबूरी भी नहीं है मैम, कुछ तो प्रॉब्लम हो, कोई तो बात होगी। कुछ प्रॉब्लम। बाहर राज्य के लोग यहाँ आके कमा खा रहे हैं और आप यहाँ से बाहर जा रहे हो, कुछ मजबूरी नहीं है मैम। आप कुछ छुपा रहे हो? कुछ नहीं छुपा रही हूँ मैम, कुछ दबाव नहीं है। इन लोग बोले कि इनके कहने पर जा रहे हो? कहने पर नहीं तो इन लोग भी हम लोग पूछे आना चाहते हो तो बोले तो हम लोग ठीक है मैम, हम लोग आना चाहते हैं। इन लोग भी हम लोग को ज़बरदस्ती नहीं किए। आप आदिवासी का बूढ़ा देव है जो इष्ट देव है, बूढ़ा देव का पूजा करते हैं ना आप लोग? करते नहीं करते? नहीं करते। नहीं करते? आपके माता पिता करते हैं कि नहीं करते? कोई नहीं करते हैं। कोई नहीं करते? बूढ़ा देव को नहीं मानते? नहीं। क्या मानते हो फिर आप लोग? यीशु को मानते हैं 5 साल से। अच्छा चलिए ठीक। തൊപ്പിയും താടിയുമുണ്ടെങ്കിൽ കന്നുകാലിക്കടത്ത് ആരോപിച്ച് തല്ലിക്കൊല്ലും. സഭാവസ്ത്രമാണെങ്കിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് തുറങ്കിലടയ്ക്കും. രാജ്യത്തിനു തന്നെ അപമാനമായ ഉത്തരേന്ത്യൻ ഹിന്ദുത്വ മോഡൽ ഈ നാടിന്റെ മതേതരത്വത്തെ കാർന്നു തിന്നുന്ന വിധമാണ്. കുഷ്ഠരോഗികൾക്കായി ജീവിതം ഒഴിഞ്ഞുവെച്ച ഗ്രഹാം സ്റ്റെയിൻസ് എന്ന മിഷണറി പ്രവർത്തകനെ മറന്നിട്ടുണ്ടാകില്ല സംഘപരിവാർ. മതപരിവർത്തനം ആരോപിച്ച് ഒരു കുടുംബത്തെ ഒന്നടങ്കം ചുട്ടുകൊല്ലുമ്പോൾ ആരോപിക്കപ്പെട്ട കുറ്റമെന്തെന്ന് തിരിച്ചറിയാനുള്ള പ്രായം പോലും ഉണ്ടായിരുന്നില്ല ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്. മധ്യപ്രദേശിലും ഗുജറാത്തിലും ഒഡീഷയിലും മണിപ്പൂരിലും എന്തിന് കേരളത്തിൽ വരെ ഒരു കൈയിൽ കേക്കും മറുകൈയിൽ വടിവാളുമായി അരമനകൾ കയറിയിറങ്ങുന്ന മതവെറിയന്മാരുടെ കൊലച്ചിരി നീതിപീഠങ്ങളെ പോലും വിറപ്പിക്കുമ്പോൾ മതേതരമെന്ന് പറഞ്ഞു പഠിച്ച മാതൃനാടിന്റെ നിലയോർത്ത് നെഞ്ചിൽ കനപ്പെട്ടൊരു വിങ്ങലാണ്. കത്വയും ഉന്നാവും ഹത്രാസുമൊക്കെ സ്വന്തം കൂരയിൽ സുരക്ഷിതമായൊന്ന് കണ്ണടയ്ക്കാൻ ഭയപ്പെടുത്തുന്നുണ്ടാകും ഉത്തരേന്ത്യൻ കൗമാരങ്ങളെ. വയറു നിറച്ചൊന്ന് ആഹാരം കഴിക്കാനും നല്ലൊരു വസ്ത്രമണിയാനും സുരക്ഷിതമായൊരു കൂരയ്ക്കു കീഴിൽ അന്തിയുറങ്ങാനുമാണ് കന്യാസ്ത്രീ മഠങ്ങളുടെ സുരക്ഷിതത്വം തേടി അവർക്ക് രാജ്യമൊട്ടാകെ അലയേണ്ടി വരുന്നത്. മതപരിവർത്തനമല്ലെന്ന് പ്രായപൂർത്തിയായ പെൺകുട്ടികളും അവരുടെ കുടുംബവും വിളിച്ചു പറയുമ്പോഴും പരിവാർ കൂട്ടങ്ങൾക്കിത് കാത്തിരുന്ന സുവർണാവസരമാണ്. അനീതിയുടെ കൽത്തുറങ്കിൽ മതവെറിയുടെ നോവണ്ണി കാത്തിരിക്കുന്ന സഹോദരിമാരോടാണ് ശമുവേൽ പുരോഹിതന്റെ 1-ാം പുസ്തകത്തിലെ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ ദരിദ്രനെ പൊടിയിൽ നിന്നും നിവർത്തുക, അഗതിയെ കുപ്പയിൽ നിന്നും ഉയർത്തുക, പ്രഭുക്കന്മാരോട് കൂടെയിരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി ചേരുന്നവർ അഡ്വക്കേറ്റ് KS അനിൽകുമാർ CPIM-ൽ നിന്നും, ഫാദർ ഡോക്ടർ ജോൺസൺ തേക്കടയിൽ, അഡ്വക്കേറ്റ് നിപിൻ കൃഷ്ണൻ BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ഞാൻ ഫാദറിലേക്കാണ് പോകുന്നത്. ഫാദർ, വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചാണ് ആദ്യം വിശദീകരിക്കാൻ ശ്രമിച്ചത്. കമ്മ്യൂണിസ്റ്റുകൾ എന്ന പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും വർഗ ശത്രുക്കളാണെന്ന് വളരെ മുൻപേ ഉറക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞവരാണ് സംഘപരിവാർ. അവർ ഈ നിലയിൽ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ തേടി, കന്യാസ്ത്രീകളെ തേടി രാജ്യമൊട്ടാകെ ഇങ്ങനെ അലയുകയാണ്. പക്ഷേ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ച് ക്രിസ്മസ് സമയങ്ങളിൽ അവർ കേക്കുമായി അരമനകൾ കയറിയിറങ്ങുന്നത് നമ്മൾ കാണുന്നു. പക്ഷേ വാസ്തവത്തിൽ അത് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളായിരുന്നു എന്നുള്ളത് ഇപ്പോഴെങ്കിലും കൃത്യമായി തിരിച്ചറിയുന്നുണ്ടോ? നല്ല ഇൻട്രോയും അതേപോലെ തന്നെ നല്ല ചോദ്യവുമാണ്. വളരെ സന്തോഷമുണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ. ഇത് നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ക്രൈസ്തവ സഭ ചിന്തിച്ചിട്ടുള്ളതാണ്, നേരത്തെ തന്നെ അറിഞ്ഞിട്ടുള്ളതാണ്. കാരണം വിചാരധാരയിൽ പൊതുശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിൽ 2-ാമത്തെ കാറ്റഗറിയിൽ വരുന്ന ക്രൈസ്തവ സമൂഹം അവർ ഈ രാജ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തതിൻ്റെ പുരോഗതിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന മൈനോറിറ്റീസ് ആണെങ്കിൽ പോലും മെജോറിറ്റീസ് ചെയ്യുന്നതിനേക്കാളും എത്രയോ 10 മടങ്ങുകൾ ജനസേവന രംഗത്തായിരുന്നാലും സാമൂഹിക പരിഷ്കരണങ്ങളായിരുന്നാലും അതുപോലെ ആരോഗ്യ രംഗത്തായിരുന്നാലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സഭയ്ക്ക് വളരെ നന്നായിട്ടറിയാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോകുക എന്നുള്ളത്. കാരണം വിദ്യാഭ്യാസ മേഖലയിൽ ഈ പറയുന്നതായിട്ടുള്ള ഈ ഹിന്ദുത്വ രാഷ്ട്രം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ നേതാക്കന്മാർ പലരും പഠിച്ചത് ക്രൈസ്തവ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ തന്നെയാണ്. അപ്പോൾ മുതൽ തന്നെ അവരുടെ ഇംഗിതങ്ങളും അവരുടെ രീതികളൊക്കെ അറിയാം. എന്നിരുന്നാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സൗഹാർദ്ദ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ചില മെത്രാന്മാരും അല്ലെങ്കിൽ ചില നമ്മുടെ അരമനകളൊക്കെ സന്ദർശിക്കാനായിട്ട് ചില മെത്രാന്മാരെയൊക്കെ സന്ദർശിക്കാനായിട്ട് ആളുകൾ വരുമ്പോൾ, രാഷ്ട്രീയക്കാർ വരുമ്പോൾ സ്വാഗതം ചെയ്യും. അത് നമ്മുടെ ഒരു സൗഹൃദ അന്തരീക്ഷം
നിലനിർത്താൻ വേണ്ടി തന്നെയാണ്. അത് നമ്മുടെ ആതിഥ്യ മര്യാദയാണ്. ക്രൈസ്തവ സമൂഹം എപ്പോഴും ആതിഥ്യ മര്യാദ അരുളുന്ന സമൂഹമായതുകൊണ്ട് വരുന്ന ആളുകളെ സ്വീകരിക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ട്. എന്നാൽ അതൊരു പ്രത്യേക അജണ്ടയോടുകൂടെയാണ് ആളുകൾ വരുന്നതെന്നുള്ള മനസ്സിലാക്കാൻ ഒരു പക്ഷെങ്കിൽ കുറച്ച് പേര് വൈകിപ്പോയി കാണും. എന്നാൽ ഇന്നത് സഭ തിരുത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ കേരളത്തിലെ വിവിധ ഡിനോമിനേഷൻസ് ഉണ്ട്. അതിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ഉയർന്ന തലങ്ങളിൽ നിൽക്കുന്ന ഡയസിസുകളുണ്ട്, കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉള്ളവർ. അവർക്ക് കൂടുതൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ നേരത്തെ ചിന്തിച്ചതിനേക്കാളും മാറി ചിന്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇൻസിഡൻറ്റ്. ഇത് ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ 2 കന്യാസ്ത്രീകൾ, പ്രീതി മേരിയും അതേപോലെ സിസ്റ്റർ വന്ദന വന്ദനയും മാത്രമല്ല, അതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്കറിയാവുന്ന പോലെ പല സ്ഥലങ്ങളിലും ഒരുപാട് ക്രിസ്തീയ പ്രവർത്തകരെ ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ സ്നേഹിതൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച അദ്ദേഹം UP-യിലാണ്. അവിടെ മിർസാപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മുൻകാലത്തുണ്ടായിരുന്ന കളക്ടർമാരൊക്കെ ഇദ്ദേഹത്തെ അവിടെ സ്കൂളിലേക്ക് വരുമ്പോൾ ഇദ്ദേഹത്തെ വിഷ് ചെയ്ത് മാത്രമല്ല സല്യൂട്ട് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം അത്രമാത്രം ആ മിർസാപൂർ എന്ന് പറയുന്ന ജില്ലയെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല സാംസ്കാരിക രംഗത്തും അതേപോലെ തന്നെ ആരോഗ്യ രംഗത്തും കൈപിടിച്ചുയർത്തുവാൻ അധ്വാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തകനെ പോലീസ് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചുകൊണ്ടുപോയി. ചോദ്യം ചെയ്തതിന് ശേഷം യാതൊരു കാരണവും ബോധിപ്പിക്കാതെ തന്നെ ജയിലിലേക്ക് വിട്ടു, അല്ലെങ്കിൽ FIR ഇട്ടിട്ട് അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ച് അങ്ങനെ ജയിലിലേക്ക് പോകേണ്ടി വന്നു. അപ്പം അതിനുശേഷം എൻ്റെ സ്നേഹിതൻ വിജയകുമാർ, അദ്ദേഹം മലയാളിയാണ്, മറ്റേയാൾ അവിടുത്തുകാരൻ തന്നെയാണ്, UP-കാരനാണ്. അപ്പോൾ എൻ്റെ സ്നേഹിതൻ നമ്മുടെ തിരുവനന്തപുരം സ്വദേശിയായിരിക്കുന്ന വിജയകുമാർ എന്ന് പറയുന്ന സാമൂഹ്യ രംഗത്തും അതേപോലെ തന്നെ സുവിശേഷ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ശക്തനായി നിൽക്കുന്ന, കേരളത്തിൽ പലപ്പോഴും വരാറുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകൾ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾക്കും അറിയാവുന്നതാണ്. അത്രമാത്രം സാധുക്കളെ സംരക്ഷിക്കുന്ന വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചോദ്യം ചെയ്യാൻ മാത്രം, ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി മാത്രം, ചോദ്യം ചെയ്യാനൊന്നുമല്ല പറഞ്ഞ് ജസ്റ്റ് ഫോർ എൻ ഇൻഫർമേഷൻ വി വാണ്ടഡ് ടു ഗെറ്റ് യുവർ പ്രസൻസ് ഓഫ് ഹിയർ എന്നും പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയതിന് ശേഷം ഒരു റീസണും പറയാതെ 14 ദിവസത്തെ റിമാൻഡിന് വിട്ടിരിക്കുന്നു. ഇപ്പം 2 ദിവസമായിട്ടുള്ള അദ്ദേഹം റിലീവായിട്ട് അവിടുന്ന് ജയിലിൽ നിന്ന്. അപ്പോൾ ഇതൊക്കെ അതേപോലെ മറ്റൊരു ഇൻസിഡൻറ്റ് കൂടെ പറയാം. വിവേക് എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹവും മലയാളിയാണ്. അദ്ദേഹത്തെ പോലീസ് വന്ന് ഇഷ്ടം പോലെ അങ്ങ് ചാമ്പിയതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു, നീ വിവരം പറയുകയാണെങ്കിൽ, വെളിയിൽ പറയുകയാണെങ്കിൽ നിൻ്റെ വീട് ഞങ്ങൾ JCB വെച്ച് നിരത്തിക്കളയും. എങ്ങനെയുണ്ട്? ഇത് ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യമാണ്. മതേതരത്വം എന്നൊക്കെ ഇപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് സഹോദരി പറയുകയുണ്ടായി. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതൊക്കെ അണ്ടിയോട് അടുക്കുമ്പോഴേ മാങ്ങായുടെ പുളി അറിയുള്ളൂ എന്ന് നമ്മൾ പറയുന്നത് പോലെ പല കാര്യങ്ങളും നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് അറിയുന്നത്. അത് മനസ്സിലാക്കാൻ തക്കവണ്ണം നമ്മുടെ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് സാധിച്ചു എന്നുള്ളതിൽ ഇപ്പോഴെങ്കിലും ആ വിധത്തിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് വളരെ ചാരുതാർത്ഥ്യമുണ്ട്. ഞാനൊക്കെ ഒരു പക്ഷെങ്കിൽ ആരംഭ സമയം മുതൽ തന്നെ എനിക്കും തിക്തമായ അനുഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് നേരത്തെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നത്. നമ്മുടെ ബഹുമാന്യനായ ഗ്രാം സ്റ്റെയിൻസിനെയും 2 പിഞ്ചോമ്പനകൾ തിമോത്തി, ഫിലിപ്പ് എന്ന് പറയുന്ന കളിച്ചുകൊണ്ട് നടക്കുന്ന ആ കുഞ്ഞുങ്ങളെയൊക്കെ ചുട്ടുവന്നതും മാത്രമല്ല നമ്മുടെ ഫാദർ സ്റ്റാൻസാമി, നമുക്ക് ആർക്കെങ്കിലും മറക്കാൻ കഴിയുന്ന ഒരു കാര്യമാണോ? ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച വയോവൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ ജയിലിൽ വളരെ പാർക്കിൻസൺസിൻ്റെ പ്രയാസം ഉണ്ടായിട്ട് പോലും, ഒരു വെള്ളം കുടിക്കുന്ന ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും അതിനൊരു അനുകൂലമായ നടപടിയെടുക്കാതെ അത്ര മൃഗീയമായിട്ട്, അതിനെക്കുറിച്ച് ഞാനൊരു നേതാവിനോട് സംസാരിച്ചപ്പോൾ, ഭരണകക്ഷിയുടെ നേതാവിനോടുകൂടെ, അവിടുത്തെ ഡൽഹിയിലെ നേതാവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല, അതൊക്കെ കോടതിയല്ലേ നിശ്ചയിക്കുന്നത്. നോക്കി, ഒരു മനുഷ്യനോടുള്ള ദയാദാക്ഷിണ്യം. അദ്ദേഹം എന്ത് കുറ്റം ചെയ്തിട്ടാണ് ആ പാവപ്പെട്ട ഗോത്രവർഗ്ഗക്കാർക്ക് ചിന്താശക്തി പകർന്നു കൊടുത്തുകൊണ്ടാണോ? അവർക്ക് അക്ഷരവിദ്യാഭ്യാസം കൊടുക്കുകയും അവർക്ക് കിട്ടേണ്ടുന്ന വേതനങ്ങൾ കൃത്യമായി കിട്ടണമെന്നും ഞങ്ങൾക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഭാരത മണ്ണിലുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം അവരുടെ അധരങ്ങളെ ശബ്ദിക്കാൻ തയ്യാറാക്കിയത് കൊണ്ടാണോ ഈ സ്റ്റാൻസാമിയെ ഇവരെ അറസ്റ്റ് ചെയ്തതും അവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെടുകയൊക്കെ ചെയ്യേണ്ടി വന്നത്? വാസ്തവത്തിൽ അതിന് സർക്കാർ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഉത്തരവാദി എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയ സമയം അമാന്തിച്ചിരിക്കുന്നു. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ ഹീനകൃത്യങ്ങൾ ചെയ്യുകയും ഇവിടെ വന്നിട്ട് സൽക്കരിക്കാനായിട്ടും അല്ലെങ്കിൽ കേക്കോ ആപ്പിളോ ഒക്കെ കൊണ്ട് തന്നിട്ട്
വന്നിട്ട് ഇത് നല്ലതാണ്, മധുരമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പാലം പണിയാനൊക്കെ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ മലയാളി സഹോദരങ്ങൾ അത്ര ബുദ്ധിയില്ലാത്തവരാണോ? ഒന്നുമില്ലെങ്കിൽ ഇവർക്കൊക്കെ 2 അക്ഷരം പറഞ്ഞു കൊടുത്തവരാണല്ലോ ക്രൈസ്തവ സമൂഹം. അപ്പോൾ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കും അധ്യക്ഷന്മാർക്കും ഒക്കെ ഇവരുടെ ഈ വാലനക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഇത് വാല് വെക്കുമ്പോൾ എന്തിനാണെന്നുള്ളത് നമുക്കറിയാത്തതാണോ? പക്ഷേ ചെറിയ തെറ്റുകൾ പറ്റിയെന്ന് ചില അച്ഛന്മാരൊക്കെ ഈ അടുത്ത സമയത്ത് പറയുകയുണ്ടായി. അത് ഞങ്ങൾ തിരുത്തിയിരിക്കുന്നു എന്നും അവർ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്കും നിങ്ങളെപ്പോലെ തന്നെ വളരെ സന്തോഷമുണ്ടായിരിക്കുകയാണ്. ഞാൻ മടങ്ങി വരാം ഫാദർ, ദയവായി തുടരുക. അഡ്വക്കേറ്റ് നിപിൻ, മതപരിവർത്തനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആ പെൺകുട്ടികൾ തന്നെ ഇപ്പോൾ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് തുറന്നു പറയുകയാണ്. കുടുംബത്തിനും പരാതിയില്ല. അപ്പോൾ കൊണ്ടുപോകാൻ വന്നവർക്കും കൂടെ പോകാൻ വന്നവർക്കും ഒരു പരാതിയും ഇല്ലാത്തിടത്ത് അവിടെ നടക്കാൻ പോയത് അല്ലെങ്കിൽ അവിടെ നടന്നത് മതപരിവർത്തനമാണ് എന്ന് അടിവരയിടാൻ, ആക്രോശിക്കാൻ, അന്തിമമായി വിധി കൽപ്പിക്കാൻ ആരാണ് ബജ്രംഗ് ദൾ? നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുൻപേ നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ആട്ടിൻതോലിട്ട ചെന്നായയാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന്. അപ്പോൾ IPC 370 പ്രകാരം 2022 ജാർഖണ്ഡിൽ നിന്ന് മനുഷ്യക്കടത്ത് നടത്തിയെന്ന് പറഞ്ഞ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത, ഇടതുപക്ഷ ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത അന്നത്തെ പ്രതികളെ 2025 ജൂലൈ 26 വെറുതെ വിട്ടു. അപ്പോൾ ആ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ ആട്ടിൻതോലിട്ട കഴുതപ്പൊലി എന്നാണ് വിളിക്കേണ്ടത്. നിപിൻ, ഒന്നാമത്തെ കാര്യം, ആ സംഭവത്തിൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ അവർ വന്ന് ഇറങ്ങുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വടിവാളും തലയിൽ കെട്ടും കാവി തുണിയുമൊക്കെയായി വന്ന് അവരെ അങ്ങ് മതപരിവർത്തനം നടത്തിയവരാണെന്ന് ചാപ്പ കുത്തുകയും ഒരു തരത്തിലും പുറത്തു വരാൻ സാധിക്കാത്ത വകുപ്പുകൾ ഒക്കെയും ചുമത്തി അകത്തിടുകയുമായിരുന്നു. ഈ സംസ്ഥാനത്തെ സർക്കാർ അന്ന് സ്വീകരിച്ച നിലപാട് എന്താണെന്ന് അറിയാമോ? അതുകൊണ്ടാണ് ആ കേസ് തന്നെ ഇല്ലാതായത്. അതറിയാമോ? അല്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തത് ആരാണ്? സംസ്ഥാന സർക്കാർ അകത്തിട്ടത് അതെ, തൃശ്ശൂർ റെയിൽവേ പോലീസാണ്. റെയിൽവേ പോലീസ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസിയാണ്. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഏജൻസി. നിങ്ങളത് പരിശോധിക്കണം. സംസ്ഥാന സർക്കാർ തന്നെയാണ് അവർ അറസ്റ്റ് ചെയ്തത്. അതിലേക്ക് ഞാൻ വരാം. ഈ വിഷയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് സംസ്ഥാനത്തെയും നിയമ സംവിധാനങ്ങൾക്ക് ചോദ്യം ചെയ്യാനും ആവശ്യമെങ്കിൽ അത് അറസ്റ്റിലേക്കും കേസിലേക്കും തന്നെ പോകാനുമുള്ള അവകാശമുണ്ട്. അതായിരുന്നോ ഛത്തീസ്ഗഡിൽ നടന്നത് എന്നുള്ളതാണ് ചോദ്യം. നിയമപരമായി അവരവിടെ വരുന്നു. അവരുടെ നിയമപരമായ നില പോലും തെളിയിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു കൂട്ടം ആളുകൾ ഈ നിരയിൽ ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞ അവരുടെ ചരിത്രമാണ് ഞാൻ തുടക്കത്തിൽ വിശദീകരിച്ചത്. ഗ്രഹാം സ്റ്റൈൻസിന്റെയും സ്റ്റാൻ സ്വാമിയുടെയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉത്തരത്തിലേക്ക് വരാം. ശരി, ഞാനൊന്ന് ഉത്തരം പറഞ്ഞോട്ടെ. അത്രയും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ് ഈ വിഷയത്തിൽ വളരെ ക്ലിയർ ആണ്. ആൻ അക്യൂസ്ഡ് ഇസ് പ്രിസ്യൂംഡ് ടു ബി ഇന്നസെന്റ് അൺലെസ് പ്രൂവൺ ഗിൽറ്റി. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പറഞ്ഞിട്ടുള്ളത്. ഇവർ നിരപരാധികളാണ്, ഇവർ കുറ്റക്കാരികളാണെന്ന് പ്രൂവ് ചെയ്യുന്നവരെ ഇവർ നിരപരാധികളാണ് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്റ്റാൻഡ്. ശരി നിപിൻ, നോക്കൂ, എന്താ സംഭവിച്ചത്? ഞാൻ മുഴുവൻ പറയട്ടെ. ദയവായി ഇടപെടാതിരിക്കൂ. നിപിൻ പറഞ്ഞു പറ്റുന്നത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ബാക്കി കാര്യം അതിൽ വിയോജിപ്പുകൾ ഒരുപാടുള്ളത് കൊണ്ടും സെൻസിറ്റീവായ വിഷയമായതുകൊണ്ട് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും ഇടപെടേണ്ടി വരുന്നത്. ഒന്നാമത്തെ കാര്യം, നിപിൻ പറയുന്നു കേരളത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആ വിഷയത്തിൽ BJPയുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത്. ഒരു മിനിറ്റ്, ഛത്തീസ്ഗഡിലെ BJP അധ്യക്ഷൻ എന്താണ് ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞത് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതാണോ ദേശീയ തലത്തിൽ BJPയുടെ നിലപാട് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. രാജീവ് ചന്ദ്രശേഖറിന് അപ്പുറം കേരളത്തിൽ നിന്നുള്ള ജോർജ് കുര്യൻ എന്ന സഹമന്ത്രി ഉൾപ്പെടെ ആരെങ്കിലും ഈ വിഷയത്തിൽ അങ്ങനെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മൂന്നാമത്തെ ചോദ്യം. അതുകൊണ്ടാണ് ആട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ ആട്ടിൻതോലിട്ട ചെന്നായിയാണ്, മറ്റുള്ളവർ ആട്ടിൻതോലിടാതെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. സംസ്ഥാന അധ്യക്ഷൻ അത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരട്ടെ. ശരി. അപ്പം ക്രൈം നമ്പർ 60/2025 ക്രൈം നമ്പർ 60/2025 കോടതിയിൽ 25-ാം തീയതി എത്തുന്നു. എന്തുകൊണ്ടാണ് ഈ ബെയിൽ പെറ്റീഷൻ കേൾക്കാതെ അഡീഷണൽ സെഷൻസ് ജഡ്ജായിട്ടുള്ള അഭിനാഷ് ദുബെ മാറ്റിയത്? എന്തുകൊണ്ടാണ് NIA കോടതിയിലേക്ക് മാറ്റിയത്? സെക്ഷൻ 11 ഓഫ് NIA ആക്ട് പ്രകാരം
ലിസ്റ്റഡ് ആയിട്ടുള്ള കോടതിയല്ല ദുർഗിലെ ഡിസ്ട്രിക്ട് കോർട്ട്. ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇത് NIA കോടതിയിലേക്ക് മാറ്റിയത്. ഈ പഴയ BNS പഴയ IPC 370യും ഇപ്പോഴത്തെ BNS 143യും സെയിം ആണ്. ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺസ് ടു ഇൻ്റർസ്റ്റേറ്റ്, രണ്ട് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലേക്കുള്ള മനുഷ്യക്കടത്ത്, അതാണ് 143. ആ 143 NIA ആക്ട് 2019 അമെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അമെൻഡ് ചെയ്യപ്പെട്ടതുകൊണ്ട് ഈ മനുഷ്യക്കടത്ത് NIA ആക്ടിൻ്റെ പെർവ്യൂവിൽ വരുന്നു. പെർവ്യൂവിൽ വരുന്നത് കൊണ്ട് ദുർഗിലെ അഡീഷണൽ സെഷൻസ് കോടതിക്ക് ഈ ബെയിൽ കേൾക്കാൻ കഴിയില്ല. മെറിറ്റോറിയസ് ആയി ജുഡീഷ്യസ്ലി അദ്ദേഹം പറഞ്ഞ വിധിയാണ്. എന്നിട്ട് NIA കോടതിയിലേക്ക് മാറ്റി. ഇതാണ് നിലവിലെ സ്റ്റാൻഡ്. അതിൽ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ഈ രണ്ട് വനിതകൾക്കൊപ്പമാണ്, ഈ രണ്ട് സിസ്റ്റർമാർക്കൊപ്പമാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മേജർ ആർച്ച് ബിഷപ്പ് ക്ലീമീസ് ബാവ പറഞ്ഞു, സന്യാസിനിമാർ ആർഷഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന്. ഭാരതീയ ജനതാ പാർട്ടിക്കും അതേ അഭിപ്രായമാണ്. അതിനൊക്കെ അപ്പുറം കേരളത്തിൽ നിന്ന് രണ്ട് മലയാളികൾ, ഞാൻ അങ്ങയോട് പറയട്ടെ, അങ്ങ് കേൾക്കൂ, ചോദിച്ചത് ആ കേസിന്റെ നിലവിലെ സ്ഥിതി എന്താണെന്നുള്ളതല്ല, അത് നിബിൻ വിശദീകരിക്കേണ്ട സാഹചര്യവുമില്ല. സ്വാഭാവികമായും ഈ പണി ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം ആ കേസിന്റെ സ്ഥിതി എന്താണെന്നുള്ളത്. അഭ്യസ്തവിദ്യരായ ഇത് കാണുന്ന ആളുകൾക്കും അറിയാം. അതല്ല ഇവിടെ പ്രശ്നം. കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിയമപരമായി തന്നെ പോകൂ. അത് അറിയാത്തവരല്ല ആരും. ഞാൻ ചോദിച്ചത് അതല്ല നിബിൻ, അങ്ങനെ വളച്ചൊടിച്ച് അതിനെ ലഘൂകരിക്കല്ലേ. എന്റെ ചോദ്യം അവരെ അറസ്റ്റ് ചെയ്തത് കേരളത്തിൽ നിന്നല്ല. ഞാൻ ചോദിച്ചത് നിബിൻ ആവർത്തിച്ചു പറയുന്ന BJPയുടെ നിലപാടുണ്ടല്ലോ, നിബിൻ ആവർത്തിച്ചു പറയുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടുണ്ടല്ലോ, ആ നിലപാട് പറയേണ്ടത് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. ഛത്തീസ്ഗഡിലെ സംസ്ഥാന അധ്യക്ഷൻ എന്തു പറഞ്ഞു എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. നിങ്ങൾ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സംസ്ഥാനം ഭരിക്കുന്ന BJPയെ കേന്ദ്രത്തിൽ തന്നെ നയിക്കുന്നവർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്തു പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ നിബിൻ. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ അറസ്റ്റിന്റെ കാര്യത്തിൽ കേസ് സബ്ജുഡിസ് ആണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഈ കന്യാസ്ത്രീകളെ നമ്മൾ ഇന്നസെന്റായി തന്നെ കാണുന്നു, അങ്ങനെ തന്നെ ഇടപെടുന്നു, അങ്ങനെ തന്നെ സമീപിക്കുന്നു. അതിലെന്താ കുഴപ്പം? അതിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കേരള ഘടകത്തിന്റെ നിലപാട് വ്യക്തമാക്കി. ശരി, അപ്പോൾ നിങ്ങൾ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടിനെ തള്ളി പറയുന്നുണ്ടോ? എനിക്ക് പറയാൻ കഴിയുള്ളൂ. അല്ല, അപ്പോൾ നിങ്ങൾ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടിനെ തള്ളി പറയുന്നുണ്ടോ? ഛത്തീസ്ഗഡിന്റെ റെയിൽവേ പോലീസ് എടുത്തത് അവിടുത്തെ പ്രൊസീജിയറാണ്. അങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ അവർ അറസ്റ്റ് ചെയ്തു, അന്വേഷണം ആരംഭിച്ചു. അവർ കഴിഞ്ഞ ദിവസം ഈ കേസ് കോടതിയിൽ വരുമ്പോൾ ജാമ്യം കൊടുത്തവർ ഇനിയും മതപരിവർത്തനം നടത്തുമെന്ന് പറയുന്ന ഛത്തീസ്ഗഡിലെ BJP സർക്കാരിന്റെ നിലപാടിനെ കന്യാസ്ത്രീകൾക്കൊപ്പം എന്ന് പറയുന്ന കേരളത്തിലെ BJP തള്ളി പറയുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരിടത്തിലും നിൽക്കാൻ കഴിയൂ? രണ്ടു വഞ്ചിയിൽ കാല് വെക്കാൻ കഴിയില്ലല്ലോ നിബിൻ. അല്ല, നമ്മൾ രണ്ടു വഞ്ചി കാല് വെക്കുന്നില്ലല്ലോ. അല്ല, ഛത്തീസ്ഗഡിലെ BJPക്കൊപ്പം കേരളത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം അതെങ്ങനെ ശരിയാകും? അല്ല, ഞങ്ങൾ കേരളത്തിലെ നിലപാടാണ് പറഞ്ഞത്. ഞങ്ങൾ കേരളീയർക്കൊപ്പമാണ്. കേരളീയരാണ് അവരെ. അല്ല, ഞങ്ങൾ കേരളത്തിലെ നിലപാടാണ് ഞങ്ങൾ പറയാം. അല്ല, അപ്പോൾ ഛത്തീസ്ഗഡിൽ വേറെ നിലപാടാണോ BJPക്ക്? അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇനി ചോദ്യങ്ങളൊന്നും വേണ്ടല്ലോ. ഓരോ സംസ്ഥാനത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. അല്ലല്ലോ, ഛത്തീസ്ഗഡിൽ ഇവരെ തൂക്കിക്കൊല്ലാനുള്ള നിലപാട് എടുത്തിട്ടില്ലല്ലോ. മതപരിവർത്തനം നടത്തുമെന്ന് സർക്കാരാണ് BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡ് സർക്കാർ. അത് പ്രോസിക്യൂഷൻ ആണ്, അതായത് പോലീസാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. പോലീസിനെ ആരാണ് നിയന്ത്രിക്കുന്നത്? അതിൽ BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ, ഛത്തീസ്ഗഡിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ നിലപാട് എന്താണെന്നാണ് നിങ്ങൾ ചോദിച്ചത്. അത് നിങ്ങൾ BJPയുടെ ഛത്തീസ്ഗഡ് സ്റ്റേറ്റ് പ്രസിഡന്റിനോട് ചോദിക്കണം. എൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് കൃത്യമായി BJPയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഛത്തീസ്ഗഡിലെ BJPയുടെ നിലപാട് ചോദിച്ച് ഞാൻ അങ്ങേ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പറയാം. ശരി, അങ്ങ് എന്നെ കേൾക്കൂ അല്പസമയം. ഛത്തീസ്ഗഡിലെ BJP സർക്കാർ കന്യാസ്ത്രീകൾക്കെതിരാണ്. അവരെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതിന് മുൻപുണ്ടായ കാര്യങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ അതിലേക്ക് വരുന്നുണ്ട് വിശദമായി. അപ്പോൾ അറസ്റ്റ് നടന്നു കഴിഞ്ഞു. ആ അറസ്റ്റിൽ ഒരു മിനിറ്റ്, ഞാൻ അതല്ലേ പറഞ്ഞു വരുന്നത്.
ആ കേസ് ഇന്നലെ കോടതിയിൽ പരിഗണിക്കവേ ഇവർക്ക് ജാമ്യം കൊടുത്താൽ അവർ ഇനിയും മതപരിവർത്തനം നടത്തുമെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ നിലപാടെടുത്തു. ആ സർക്കാരിനെ നിയന്ത്രിക്കുന്നത് BJP ആണ്. അപ്പോൾ ആ നിലപാടിനെതിരാണോ കേരളത്തിലെ BJP? അത് പറയൂ. അതായത് ഛത്തീസ്ഗഡ് സർക്കാർ കന്യാസ്ത്രീമാർക്കെതിരല്ല ഈ പ്രസ്തുത വിഷയത്തിൽ കോടതിയിൽ കൊടുത്ത ബെയിൽ ഒബ്ജക്ഷൻ ഓർഡറിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് നിങ്ങൾ ഈ പറയുന്നത്. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ് കൊടുത്തത്. ഛത്തീസ്ഗഡ് BJP കന്യാസ്ത്രീകൾക്ക് എതിരാണെന്ന് ഒരു ബ്ലേറ്റന്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് പോലീസിനെ നിയന്ത്രിക്കുന്നത് കേരളം ഭരിക്കുന്ന പിണറായി വിജയനായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ഓക്കെയാണ്, വളരെ ക്ലിയർ ആണ്, ഷാർപ്പ്. അല്ല, അതുകൊണ്ടാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ തൃശ്ശൂരിൽ നിന്ന് കുറെ പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച് 3 വർഷം കോടതി കയറി ഇറങ്ങാൻ വിളിച്ചു കൊടുത്തത്. 2025 ജൂലൈ വരെ ഇറങ്ങാൻ വിട്ടത്. പറയൂ നിബിൻ, ആ കേസ് പരിഗണിക്കവേ കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാർ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ മതപരിവർത്തനം നടത്താനായി വന്നവരാണ്, ഇവരെ പുറത്തുവിട്ടാൽ അവർ ഇനിയും ആളുകളെ മതപരിവർത്തനം ചെയ്യും എന്നൊരു നിലപാടെടുത്തോ? അല്ല, നിങ്ങൾ എന്തിനാണ് അപ്പോൾ റെയിൽവേ പോലീസ് കോഗ്നൈസൻസ് എടുത്തത്? എന്തിനാണ് ഈ ചാർജ് ഈ എഫ്ഐആറിൽ ചെയ്തു കൊടുത്തത്? എന്തിനാണ് IPC 370 ചാർജ് കൊടുത്തത്? അതേ റെയിൽവേ പോലീസ് അല്ലേ ഛത്തീസ്ഗഡിലും അവരെ അറസ്റ്റ് ചെയ്തത്? അപ്പോൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? നിങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ വരുമ്പോൾ റെയിൽവേ പോലീസ് വേറെ, കേരളത്തിലേക്ക് വരുമ്പോൾ റെയിൽവേ പോലീസ് ഒന്ന്, സംസ്ഥാന സർക്കാർ ഒന്ന്. അതെങ്ങനെയാണ്? അല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്താണ് പറഞ്ഞത്? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞത് റെയിൽവേ പോലീസ് അതത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ്. നിങ്ങളിത് കേന്ദ്ര സർക്കാരിലേക്ക് ഇക്വേറ്റ് ചെയ്യണ്ട. കേരളത്തിൽ തൃശ്ശൂരിൽ ആളുകളെ പിടിച്ച് IPC 370 പ്രകാരം കേസെടുത്തത് കേരളത്തിലെ റെയിൽവേ പോലീസാണ്. ഛത്തീസ്ഗഡിൽ ഈ സന്യാസിനിമാർക്കെതിരെ കേസെടുത്തത് ഛത്തീസ്ഗഡിലെ റെയിൽവേ പോലീസാണ്. അത് നിഷേധിക്കുന്നില്ല. അതെങ്ങനെ നിഷേധിക്കാൻ പറ്റുക? സത്യം നിഷേധിക്കാൻ കഴിയില്ലല്ലോ. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കേണ്ടത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. നിബിന്റെ മുന്നിൽ ഈ കൈരളിയുടെ സ്ക്രീൻ കാണുന്നുണ്ടോ? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി. നിബിൻ, ഒരു മിനിറ്റ്. നിബിന്റെ മുന്നിൽ കൈരളിയുടെ സ്ക്രീൻ കാണാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? പറയൂണ്ടോ? കാണുന്നുണ്ട്. അപ്പോൾ നിബിൻ കാണുന്ന അതേ ദൃശ്യം ഞാനും കാണുകയാണ്. കന്യാസ്ത്രീകളെ വിചാരണ ചെയ്യുന്ന, അപ്പോൾ ഈ ചുരിദാർ ഇട്ടവരായിരിക്കുമല്ലേ റെയിൽവേ പോലീസ്? ഛത്തീസ്ഗഡിൽ മഞ്ഞ ഷോള്, അതേതാണ് ഓറഞ്ച് നിറത്തിലുള്ള ഷോളൊക്കെ ഇട്ട വെള്ള ചുരിദാർ ഇട്ടായിരിക്കും റെയിൽവേ പോലീസ് വരുന്നത് അല്ലേ? ബാഗൊക്കെ ഇങ്ങനെയായിരിക്കും പരിശോധിക്കുന്നത് അല്ലേ? അത് അങ്ങ് പറയേണ്ടതാണ് അതാരാണെന്ന്. അത് അങ്ങയുടെ മാത്രം വ്യാഖ്യാനമാണ് അതാരാണെന്നുള്ളത്. അത് റെയിൽവേ പോലീസ് അല്ല എന്ന് കാണുന്ന ആർക്കും അറിയാലോ. ഇവരുടെ പേരാണ് ബജ്രംഗ് ദൾ. ഇവരാണ് സ്റ്റാൻ സ്വാമിയെ കൊന്നത്. ഇന്നത്തെ കന്യാസ്ത്രീകളെ കൊല്ലാനായി തടഞ്ഞു വെച്ചതാണ്, പക്ഷെ സാധിച്ചില്ല. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അവർ രക്ഷപ്പെട്ടു. എല്ലാം അക്യൂസ് ചെയ്ത് പോവല്ലേ? അല്ലെ, ദൃശ്യങ്ങളല്ലേ? പറയൂ. അല്ല, ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി അന്വേഷണം നടത്തിയിട്ടുണ്ടാവും. അവരാരാണ്? പോലീസാണോ? ഇവരെ കയ്യേറ്റം ചെയ്യുന്നൊന്നുമില്ലല്ലോ. അവരാരാണ്? പോലീസാണോ? ബാഗൊക്കെ പരിശോധിച്ച് തുണിയൊക്കെ വലിച്ച് പുറത്തിടുന്നുണ്ട്. പോലീസാണോ? അല്ല, ബജ്രംഗ് ദളിന്റെ നിലപാട് പറയേണ്ടത് ഞാനല്ല. നിങ്ങളിത് ദൃശ്യം കാണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എന്റെ പാർട്ടിയുടെ നിലപാട് പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബജ്രംഗ് ദളിന്റെ നിലപാടല്ലേ താങ്കൾ പറയുന്ന BJP നേതൃത്വം നൽകുന്ന സർക്കാർ സാധൂകരിച്ചത്? നിങ്ങൾ ചോദിച്ചു അത് റെയിൽവേ പോലീസാണോന്ന്. ഞാൻ പറഞ്ഞു യൂണിഫോം ഇല്ല, റെയിൽവേ പോലീസ് അല്ല. അപ്പോൾ അത് ബജ്രംഗ് ദളാണ്. വളരെ ക്ലിയർ ആണ്. അത് ബജ്രംഗ് ദളാണ് സുഹൃത്തെ. ബജ്രംഗ് ദൾ, സ്റ്റാൻ സ്വാമിയെ കൊന്ന ബജ്രംഗ് ദളാണത്. അവരാണ് അവിടെ കന്യാസ്ത്രീകളെ തടഞ്ഞു വെച്ചത്, പരിശോധിക്കുന്നത്. അതിനാര് ഉത്തരവാദിത്തം പറയും? ആ സ്റ്റേറ്റിന് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? പറയൂ. ആൾക്കൂട്ട വിചാരണയാണ്. അല്ല, അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൾക്കൂട്ട വിചാരണ ചെയ്തിട്ടില്ലല്ലോ. അവരന്വേഷിക്കുന്നല്ലേ ഉള്ളൂ. അത് അന്വേഷിക്കുന്ന ഒരു പോലീസാണോ? നിങ്ങൾക്ക് ഈ ഛത്തീസ്ഗഡിലെയും ജാർഖണ്ഡിലെയും മധ്യപ്രദേശിലെയും സ്ഥിതി അറിയാത്തത് കൊണ്ടാണ്. എന്താണ് സ്ഥിതി? അല്ല, അവിടെ നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ അജിറ്റേറ്റഡ് ആണ്. അപ്പൊ ജനങ്ങൾ അജിറ്റേഷന്റെ ഭാഗമായിരിക്കാം. ഈ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ബജ്രംഗ് ദളാണോ? ഇത് ഈ ജനങ്ങളുടെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ബജ്രംഗ് ദളാണോ? നിങ്ങളാണ് അക്യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങളാണ് പറയുന്നത് വിഷ്വൽ ഉള്ളത് ബജ്രംഗ് ദളാണെന്ന്. നിങ്ങൾക്ക് എന്താ തെളിവുള്ളത്? ഞാൻ പറയുന്നത് താങ്കൾ വിശ്വസിക്കൂ, അത് ബജ്രംഗ് ദൾ പ്രവർത്തകരാണ്.
ഓക്കെ, ബജറംഗ് പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഇല്ല, അതെന്താണ് എടുക്കാത്തത്? നിങ്ങളോടല്ലേ ചോദിക്കേണ്ടത്, എന്നോടാണോ ചോദിക്കേണ്ടത്? താങ്കൾ എന്താണ് പറയുന്നത് സുഹൃത്തെ? ഞാൻ മടങ്ങി വരാം. അപ്പോൾ ഈ വിഷയത്തിൽ BJP ന്യായീകരിക്കുകയാണ്, കഷ്ടപ്പെടുകയാണ്. അതായത് രാജ്യതലത്തിൽ BJPയുടെ നിലപാട് വളരെ ക്ലിയർ ആണ്. അത് ക്രിസ്ത്യാനികൾക്കെതിരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്, ന്യൂനപക്ഷങ്ങൾക്കെതിരാണ്. പക്ഷേ കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിലേക്ക് വരുമ്പോൾ അവർക്ക് നിലവിൽ അങ്ങനെ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ആ നിൽക്കുന്ന ഭൂമിയിൽ അത്ര കണ്ട് ഉറപ്പ് കിട്ടിയിട്ടില്ല. അതുണ്ടായാൽ ഇവിടെയും അത് തന്നെയാകും. അപ്പോൾ ഛത്തീസ്ഗഡിൽ പിടിക്കപ്പെട്ടവർ, അറസ്റ്റ് ചെയ്യപ്പെട്ടവർ മലയാളികളാണ്. അവർക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്തേ കഴിയൂ. അപ്പോൾ ഛത്തീസ്ഗഡ് സർക്കാരിനെ തള്ളി പറയാൻ കഴിയുമോ? അതും കഴിയില്ല. ന്യായീകരിച്ച് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ഇതായിരിക്കാമല്ലേ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം. അഷ്ന, ഇവിടെ ഇരയ്ക്കും വേട്ടക്കാരനുമൊപ്പം ഒരുമിച്ച് BJP സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അതിൻ്റെ ഭാഗമായി ഈ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത കേന്ദ്രമന്ത്രിമാർ വരെ ഇന്ന് നടത്തുന്ന ഏറ്റവും വികലമായ ദയനീയമായിട്ടുള്ള പ്രകടനം നമ്മൾ കണ്ടില്ലേ. TTE ആണ് അറസ്റ്റ് ചെയ്തത്. അവിടുത്തെ ഗവൺമെൻറ്റോ പോലീസോ അല്ല, റെയിൽവേയിൽ ടിക്കറ്റ് പരിശോധിക്കുന്ന ആളാണ് ഈ രണ്ട് പാവപ്പെട്ട നമ്മുടെ ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തത് എന്ന രൂപത്തിൽ പ്രസ്താവന നടത്തുകയാണ്. എന്നിട്ട് അതിനുവേണ്ടി ന്യായീകരിക്കുന്നു. പത്രമാധ്യമങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ അവരൊക്കെ വെല്ലുവിളിക്കുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് പകുതി ആളുകൾക്കും മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യായീകരണം നമ്മൾ കണ്ടിട്ടുണ്ടോ? രണ്ട് നിയമങ്ങളല്ലേ വെച്ചത്, മതപരിവർത്തന നിയമം. ഈ മതപരിവർത്തനം 6 കൊല്ലമായി ഞങ്ങൾ മതത്തിലാണ് വിശ്വസിക്കുന്നത്, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുമ്പോൾ പിന്നെ എവിടെ മതപരിവർത്തനം? ആ ഒരു മതത്തിൽ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവരെ വേറെ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു എന്നാണ് എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ ബന്ധുക്കളുടെ അകമ്പടിയോടെ, ബന്ധുക്കളുടെ ആശീർവാദത്തോടെയാണ് പോകുന്നത്, ജോലി അന്വേഷിച്ചാണ് ആഗ്രയിലേക്ക് പോകുന്നത് എന്ന് പ്രായപൂർത്തിയായ ആ സ്ത്രീകൾ പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് മനുഷ്യക്കടത്തുണ്ടാകുക? ഈ 2 വകുപ്പുകളും എങ്ങനെ നിൽക്കുന്ന പറയുക? മജിസ്ട്രേറ്റ് കോടതിയിലും എതിർത്തു, സെഷൻസ് കോടതിയിൽ എതിർത്തു. എന്നിട്ട് ഇവിടെ നിയമത്തിൻ്റെ ഒരു സാങ്കേതിക വശം പറഞ്ഞിട്ട് NIA കോടതി പരിഗണിക്കുന്നു. അതുപോലെ തന്നെ രാജ്യദ്രോഹമാണോ മറ്റാണോ മറിച്ചാണോ എന്ന് നോക്കണ കോടതിയിലേക്ക് പോയപ്പോൾ അതാണെന്ന് പറയുന്നത്. ഇവർ പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് എതിർത്തില്ലേ? എന്നാൽ ഇത് മനുഷ്യക്കള്ളക്കടത്തല്ല, കേസ് പ്രോസിക്യൂഷന് എതിർപ്പില്ല എന്നാണോ പറഞ്ഞത്? ശക്തമായി എതിർപ്പ് തന്നെ വച്ചിട്ടില്ലേ ജാമ്യാപേക്ഷ തള്ളിച്ചത്? പിന്നെ ഒരു കോടതി ജാമ്യം നിഷേധിച്ചാൽ ആ കോടതിയുടെ പരിസരത്ത് തന്നെ വലിയ പ്രതിഷേധ പ്രകടനം നടത്തുക, കേരളത്തെ വെല്ലുവിളിക്കുക, മലയാളികളെ വെല്ലുവിളിക്കുക, മലയാള മാധ്യമങ്ങളെ വെല്ലുവിളിക്കുക, MP-മാരെ ചീത്ത വിളിക്കുക. എത്ര ആക്രോശിച്ചുകൊണ്ട് അവർ പ്രകടനം നടത്തിയത്? ഇപ്പം ചില ദൃശ്യങ്ങൾ കണ്ടില്ലേ? കേരളത്തിൻ്റെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ പോലീസാണോ അത്? കൃത്യമായി ആൾക്കൂട്ട വിചാരണയല്ലേ നടത്തുന്നത്? ഏറ്റവും സഹിഷ്ണുതയോടെ ത്യാഗത്തിൻ്റെ പരിരൂപമായിട്ട് 2 കന്യാസ്ത്രീകൾ ഇരിക്കുന്ന കാഴ്ച നാം കണ്ടില്ലേ? അതിൻ്റെ അടുത്ത് 2 സാധാരണക്കാർ വളരെ പാവപ്പെട്ടവരിയ്ക്കില്ലേ? ജീവിത വഴി തേടി പോയതല്ലേ? ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നടത്തുന്ന ആ പ്രവർത്തനങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഏർപ്പെട്ടിരിക്കുന്ന 2 പേരെയല്ലേ ഇത്ര ആൾക്കൂട്ട വിചാരണ നടത്തി പീഡിപ്പിച്ചത്? ഒരു വാക്ക് അവർ തിരിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടോ? ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വന്ന് ന്യായീകരിക്കാൻ വേണ്ടി എന്ത് പച്ച നുണയും പറയുന്ന കാഴ്ച കാണുകയാണ്. RSSന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് K. ഗോവിന്ദൻകുട്ടി. ആ K. ഗോവിന്ദൻകുട്ടി ഇന്നലെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ എഴുതിയ വാചകം ഞാൻ അങ്ങേക്ക് അയച്ചിട്ടുണ്ട്, ഞാൻ വായിക്കാം. രാജീവ് ചന്ദ്രശേഖരൻ, അവിടെ നിയമവും നീതിയും നടപ്പാക്കാൻ ഒരു സർക്കാരുണ്ട്. അവിടുത്തെ സർക്കാർ നിയമാനുസൃതം പ്രവർത്തിക്കുന്നില്ലെന്നാണോ കേരളത്തിലെ പാർട്ടി കരുതുന്നത്? കേരളത്തിലെ ഭരണത്തിനെയും വിലക്കയറ്റത്തിനെതിരെയും പ്രതിപക്ഷ ഒത്തുകളിക്കെതിരെയും പ്രതികരിച്ച് ജനവിശ്വാസം നേടൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രതികരണം അതിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ശശികല ടീച്ചർ പ്രതികരിച്ചിട്ടുണ്ട്. ആ ശശികല ടീച്ചറുടെ പ്രതികരണം ഒരു കിളികളുടെ പടമൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രതികരണം. മുകളിലുള്ള കളറുള്ള കിളികളെ പിടിക്കാൻ പോകുമ്പോൾ കയ്യിലിരിക്കുന്ന കിളികളെ നഷ്ടപ്പെടരുത് എന്ന രൂപത്തിലുള്ള ഒരു പ്രതികരണമാണ് അതിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് RV ബാബു, ഹിന്ദുക്കളെ മതം മാറ്റുന്ന പ്രവർത്തനങ്ങൾ ആര് നടത്തിയാലും എതിർക്കും. അന്വേഷണം പൂർത്തിയാകുന്നതിന് മുമ്പ് കുറ്റാരോപിതരെ നിയമപരമായി നിരപരാധികളായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇരകളോടുള്ള അനീതിയാണ്. അതായത് രാജീവ് ചന്ദ്രശേഖരന് മറുപടി പറഞ്ഞേക്കണെയാണ്. ഈ കേരളത്തിലെ BJPയുടെ നേതാക്കന്മാർ തന്നെ തലങ്ങും വിലങ്ങും നിന്ന് ഇത്തരത്തിൽ പ്രസ്താവനകൾ ഇറക്കുന്നത് നാം കാണുകയാണ്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ കൃത്യമായിട്ടുള്ള അജണ്ടയോടുകൂടി 2014 മുതൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നു. വിചാരധാരയിൽ പറഞ്ഞിട്ടുണ്ട് ആഭ്യന്തര ശത്രു കമ്മ്യൂണിസ്റ്റുകാർ, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ. 2014 ഇവർ ഇന്റർനാഷണൽ ഒരു ഹിന്ദു കോൺഫറൻസ് വിളിച്ചു കൂട്ടി ഡൽഹിയിൽ. അതിൽ വച്ച് പറഞ്ഞു M5 5 ശത്രുക്കളുണ്ട്: മെക്കാളിസം, മെറ്റീരിയലിസം, അതുപോലെ തന്നെ മാർക്സിസം, മിഷണറിമാർ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ. 5 പേരെ പ്രഖ്യാപിച്ചു. അത് നിഗ്രഹിക്കാൻ വേണ്ടി എത്രയോ സംഭവങ്ങളാണ്. 2014
173 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഉള്ളത്. പിന്നെ ഓരോ വർഷം എത്തുമ്പോഴും 100 കൂടും. ഇപ്പോൾ അവസാനം കഴിഞ്ഞ വർഷം 734 ഈ വർഷം അത് 834. മൊത്തം നോക്കിയാൽ ഒരു 4639 ആക്രമണമാണ് ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാർക്കെതിരെ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിശ്വാസികൾക്കെതിരെ. അത് നടത്തുമ്പോൾ ഇവിടെ കേക്കും കൊണ്ടുവരും, വൈൻ കൊണ്ടുവരും, അതുപോലെ തന്നെ സൗഹൃദ സംഭാഷണത്തിന് വരും, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, അതുകൊണ്ട് കൊന്തയൊക്കെ കൊടുത്തിട്ട് പറയും നമ്മൾ ഭായി എന്ന് പറയും. അത്തരത്തിൽ ഇവിടെ വലിയ അടുപ്പം കാണിക്കുന്നു. ക്രിസ്മസ് ഈസ്റ്ററിന് പോയി വടക്കേന്ത്യയിൽ അടുപ്പം കാണിക്കും. പിറ്റേ ദിവസങ്ങളിൽ നല്ല കഴുത്തു നോക്കി വെട്ടുകയും ചെയ്യും, ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യും, നല്ല തല്ലി ഓടിക്കുകയും ചെയ്യും. ചില പുരോഹിതന്മാർ വന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഈ ലോഹ ധരിച്ച് പുറത്തിറങ്ങിയ അടിയുടെ പൂരമാണെന്ന് പറഞ്ഞില്ലേ. കയ്യിൽ ഏതെങ്കിലും കുരിശും പിടിച്ചുകൊണ്ട് ഇറങ്ങുകയോ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്രൂരമായിട്ടുള്ള ആക്രമണമാണെന്നല്ലേ പറഞ്ഞ്. ഇപ്പൊ സ്റ്റെയിൻ സ്വാമിയുടെ കാര്യം ബഹുമാനപ്പെട്ട ഫാദർ പറഞ്ഞില്ലേ, 2 കത്താ ജയിലിൽ കിടന്ന് എഴുതിയത്. ആ കത്തെന്താ? എനിക്ക് പാർക്കിൻസൺസ് രോഗമാണ്, എൻ്റെ കയ്യിലെ വിരലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു സ്പൂണ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. പരമോന്നത നീതിപീഠത്തോട് ആവശ്യപ്പെട്ടെ കൊടുക്കാൻ സമ്മതിച്ചോ? ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചോ? രണ്ടാമത്തെ കത്തെന്താ? കാലിൽ ചെങ്ങല ഇട്ടിരിക്കുകയാണ്, എനിക്ക് ബാത്റൂമിൽ പോകുമ്പോഴെങ്കിലും എൻ്റെ ചെങ്ങലയൊന്ന് മാറ്റി തരണമെന്നാ രണ്ടാമത്തെ കത്ത്. പരിഗണിച്ചോ? കൊടുത്തോ? 84-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന അഭിമാനം കൊള്ളുന്ന ഇന്ത്യയിൽ ജയിലിൽ കിടന്ന് ജീവിതം മുഴുവൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു പോരാളി ക്രൂരമായി കൊല ചെയ്യപ്പെടുക, മരിച്ച് പോയ വാർത്തയാണ് കോടതിയിലേക്ക് എത്തിയത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ആ മണിപ്പൂരിൽ പാവപ്പെട്ട സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ലേ? പുറത്തു പറയാൻ പറ്റുന്ന കാഴ്ചയാണോ? പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ആ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് നാണക്കേടുണ്ടായിന്ന. ആ മണിപ്പൂർ സന്ദർശിക്കാനോ കലാപം അടിച്ചമർത്തുവാനോ ഏതെങ്കിലും ഒരു ഇടപെടൽ നടത്തിയോ? ഈ മലപ്പുറം ജില്ലയുടെ വലിപ്പമുണ്ടോ മണിപ്പൂരിന്? രാജ്യത്തിന്റെ പട്ടാളം വിചാരിച്ചാൽ 10 മിനിറ്റുകൾക്കുള്ളിൽ ആ കലാപം അടിച്ചമർത്താൻ പറ്റില്ലേ? എന്താ സ്ഥിതി? ഇപ്പോഴും ഒരു വാക്ക് പ്രധാനമന്ത്രി ആ വിഷയത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ അത് കൃത്യമായ അജണ്ട വച്ച് ഹിന്ദുത്വ അജണ്ടയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ പ്രതിഷേധിച്ചോ? കള്ളക്കേസിൽ കൊടുക്കും, ജയിലിലിടും, വിചാരണ ഉണ്ടാവില്ല. അതുപോലെ NIA, ED, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, CBI എല്ലാത്തിനെയും ഞങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾ പ്രതിഷേധിച്ച് തെരുവീതികളിൽ ഇറങ്ങിയോ? നിങ്ങളുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കും. ബുൾഡോസർ രാജ്യം. സുപ്രീം കോടതി എത്ര തവണ ഇടപെട്ടു? ആ ഇടപെട്ടിട്ടും നമ്മൾ കണ്ടില്ലേ, ഇവിടെ UP യിലടക്കം എത്രയോ വീടുകളാ തകർത്ത്. ആ വീട് വീണ്ടും പുനർനിർമ്മിച്ചു കൊടുക്കാൻ സുപ്രീം കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം നുണ പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഞങ്ങൾ ന്യൂനപക്ഷത്തിന്റെ കൂടെയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുറെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ ഇവിടെ, ഷോൺ ജോർജ് അടക്കം. ഒരു വാക്ക് ഉച്ചരിക്കുന്നുണ്ടോ? വടക്കേന്ത്യയിൽ പോയില്ലേ ഒരു നേതാവ്? ആ നേതാവ് നുണയല്ലേ പറഞ്ഞത്? പ്രോസിക്യൂഷൻ എതിർത്തില്ല, ജാമ്യം കൊടുത്തോളോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉത്തരവ് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടില്ലേ ആരൊക്കെയാണ് എതിർത്ത്, എന്തൊക്കെയാണ് എതിർത്ത്. ഈ പാവങ്ങൾക്ക് എന്ന് ജാമ്യം കിട്ടും? NIA കോടതി എന്ത് പരിഗണിക്കും? കേസില്ലെങ്കിൽ കേസില്ല എന്ന് പറയണ്ടേ? 2 വകുപ്പിട്ടു, ആ 2 വകുപ്പും നിലനിൽക്കില്ലെന്ന് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമല്ലേ? ഈ മതപരിവർത്തന നിയമം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മതത്തിൽ 6 കൊല്ലമായി പ്രവർത്തിക്കുന്നു എന്ന് അവർ പറഞ്ഞില്ലേ? അവരങ്ങനെയല്ല പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ ബജരംഗ് ദളിന് എന്താ അധികാരം? സംഘപരിവാറിന് എന്താ അധികാരം? ഇവരാണോ അജണ്ട തീരുമാനിക്കണത്? കോടതി വളപ്പിൽ പ്രകടനം നടത്താൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തേ? എന്ത് തോന്നിവാസവും ചെയ്യാം, ആരും ചോദിക്കില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്, ചില സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ പിന്തുണയുണ്ട്. ആ അത്തരത്തിലുള്ള ഒരു അജണ്ട കേരളത്തിലേക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. അതൊക്കെ കൈവശം വച്ചാൽ മതി, അതിശക്തമായിട്ട് പ്രതികരിച്ച് രംഗത്ത് വരും. ഇവിടെ ബഹുമാനപ്പെട്ട ഫാദർ സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് ചില പുരോഹിതന്മാർക്ക് ഒരു സ്നേഹമൊക്കെ തോന്നിയിരുന്നു BJPയോട്, സംഘപരിവാറിനോട്. കാരണം ഈ കേക്കും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് സ്വീകരിച്ചിരുത്തി. കാരണം അതിന്റെ മാറ്റം ചില മണ്ഡലങ്ങളിലും വന്നു. പക്ഷെ ദീപിക ദിനപത്രം അടക്കം എഡിറ്റോറിയൽ എഴുതി, കേരളത്തിന് പുറത്ത് ഒരൊറ്റ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് മതപരമായ പ്രവർത്തനം നടത്താൻ, മിഷണറി പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല കേരളത്തിലെ കൂട്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ആ മാറ്റം വളരെ സ്വാഗതാർഹമാണ്. സത്യം തിരിച്ചറിയുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി. ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് വലുത്. ആ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് വലുത്. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ. ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് മതത്തിലുള്ള വിശ്വാസത്തെയും പ്രചരിപ്പിക്കാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. വിശ്വാസമില്ലാതെ ജീവിക്കാം. അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത, വൈവിധ്യം, ബഹുസ്വരത. അത് തകർക്കാൻ ആര് ശ്രമിച്ചാലും ഒറ്റക്കെട്ടായി അണിനിരന്ന് ആ അത്തരത്തിലുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം. അതിനുള്ള കൂട്ടായ്മയാണ് വളർന്നു വരേണ്ടത്. ഇവർ നമ്മളെ ഉറ്റിക്കൊടുക്കുന്ന, ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്ന, നുണ പ്രചരിപ്പിക്കുന്ന ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കണം, ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കണം. ശരി ഫാദർ, ഇന്നലെ ഇപ്പോൾ ആ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഛത്തീസ്ഗഡ് സർക്കാർ സ്വീകരിച്ച നിലപാടാണ് ഞാനിവിടെ ആവർത്തിച്ചു പറഞ്ഞത്. അവരെ പുറത്ത് വിടരുതെന്ന സർക്കാർ അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുകയാണ്. അപ്പോൾ കേരളത്തിൽ പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകൾക്കൊപ്പം എന്ന് പറയുന്നു. അതിനപ്പുറത്തേക്ക് ആർക്കും ആ നിലപാട് പറയാൻ സാധിക്കുന്നില്ല. ജോർജ് കുര്യൻ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ വിയർക്കുന്നത് കണ്ടു. ഛത്തീസ്ഗഡിൽ എന്താണ് ബജ്രംഗ് ദൾ ചെയ്യുന്നത്? അതിന് എല്ലാ നിലയിലും സർക്കാർ
കൈയഴിഞ്ഞ സഹായം നൽകുകയാണ്. എന്നിട്ട് കേരളത്തിൽ ഈ വിധം കന്യാസ്ത്രീകൾക്കൊപ്പമാണ്, സഭയ്ക്കൊപ്പമാണ് എന്ന് പറയുന്ന BJPയുടെ നിലപാടിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് അതിനു മുമ്പായിട്ട് അഡ്വക്കേറ്റ് നിബിൻ പറഞ്ഞതായ കാര്യത്തോട് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് നിബിൻ പറഞ്ഞു ഉത്തരേന്ത്യയെക്കുറിച്ച്, അതായത് ഛത്തീസ്ഗഡിനെ കുറിച്ച്, UP കുറിച്ചൊന്നും നിങ്ങൾക്കൊന്നും അറിയയില്ലെന്ന്. ശരിയാണ്, നിബിനും അറിയയില്ല. അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നേരടിയായി പോയി കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ നിബിനോട് പറയാനായിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് അസിത ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം, ചാതുർവർണ്ണയം തിരികെ കൊണ്ടുവരുവാനുള്ള വലിയ ഉദ്യമത്തിലാണ് ഈ പറഞ്ഞതായിട്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും. നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും അയിത്തം വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കി, ആ സ്ത്രീയുടെ ഫോട്ടോ ഇവിടെ കാണിച്ചു, ആ സഹോദരിയുടെ ഫോട്ടോ, അതാരായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതി ശർമ്മ എന്ന് പറയുന്നതായിട്ടുള്ളൊരു സവർണ ആധിപത്യത്തിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ്, ഉദാത്തമായ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് അവരെ കാണാം. അവർ മാത്രമല്ല, അവരോടൊപ്പം ഏകദേശം 10-40 പരം ആളുകൾ, 50ഓളം ആളുകളെന്നാണ് പറഞ്ഞത്, അത്രയും ആളുകൾ ഈ ഗോത്രവർഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ. ഒരു കാര്യം ഓർക്കണം, ഗോത്രവർഗത്തിന് ഒരു മതമില്ല. അഡ്വക്കേറ്റ് നിബിൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇതുവരെ ലോയിൽ അത് പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പഠിക്കണം. ഈ ട്രൈബൽസിന് മതമില്ല, അവർക്ക് ഏത് വിശ്വാസവും സ്വീകരിക്കാം, ഏത് മതവും സ്വീകരിക്കാം, അവരുടെ സംവരണം നഷ്ടപ്പെടുകയില്ല, അവർക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പുകളും സൊസൈറ്റിയിൽ നിന്ന് വരാൻ പാടില്ല. അവരൊരു സ്പെഷ്യൽ കാറ്റഗറിയും കൂടിയാണ് ഈ ട്രൈബൽസ്. അത് നിങ്ങൾ മറന്നു. നിങ്ങളുടെ സവർണാധിപത്യത്തിൻ്റെ മണിമകുടമായിരിക്കുന്ന ഈ ജ്യോതി ശർമ്മയും കൂട്ടരും ഈ പെൺകുഞ്ഞുങ്ങളെ, 3 പെൺകുട്ടികൾ, അതിൽ ഒരാളുടെ സഹോദരനാണ്, അവൻ്റെ പേര് ഞാൻ പറയാം, സുകുമാൻ 21 വയസ്സുള്ള സുകുമാൻ. അവർ ഞങ്ങളുടെ ചർച്ചിലെ മെമ്പേഴ്സാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. 7 വർഷം മുമ്പ് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു വന്ന് ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുന്നതായിട്ടുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് ഈ 3 പെൺകുഞ്ഞുങ്ങളും ഈ സുകുമാൻ എന്ന് പറയുന്നതായിട്ടുള്ള ചെറുപ്പക്കാരനും. അവൻ്റെ സഹോദരിയുടെ മുമ്പിൽ വെച്ചിട്ട് അവനെ തല്ലി, ഈ സഹോദരിമാരെ തല്ലി. ആരാ തല്ലിയെന്നറിയാമോ? ജ്യോതി ശർമ്മ എന്ന് പറയുന്നതായിട്ടുള്ള സ്ത്രീ. എന്നിട്ട് ആ സ്ത്രീയെക്കുറിച്ച് നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ അറിയാം, അവരെക്കുറിച്ച് നിരവധി കേസുകൾ പല സ്റ്റേഷനിലും ഉണ്ട്. അവർ ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ് അവിടുത്തെ സർക്കാർ ഇപ്പോൾ പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇത്ര പച്ച നുണ പറയാനായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിക്കും അവിടുത്തെ മന്ത്രിമാർക്കും അല്ലാതെ മറ്റാർക്കാണ് പറയാൻ കഴിയുന്നത്? ഈ സംഘപരിവാറിനല്ലാതെ ഇത്രയും പച്ച കള്ളങ്ങൾ പറയാൻ ആർക്കാ കഴിയുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. വിഷ്ണുദേവ് എന്ന് പറയുന്നതായിട്ടുള്ള അവിടുത്തെ മുഖ്യമന്ത്രി, അതേപോലെ തന്നെ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, അവരെല്ലാം ഈ കേസ്, ഞാൻ അസിത ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്, അവരെല്ലാം ഈ കേസ് പിൻവലിപ്പിക്കും എന്നുള്ള മട്ടിൽ നമ്മുടെ ഇവിടുന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അയച്ചതായിട്ടുള്ള പ്രതിനിധി, അല്ലെങ്കിൽ ഇവിടുത്തെ BJPയുടെ ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ അവിടെ ചെന്നിട്ട് നമ്മളോട് പറയുകയുണ്ടായി. നമ്മളെല്ലാം വളരെ കൗതുകത്തോടുകൂടെ, ആശ്ചര്യത്തോടുകൂടെ അത് കേൾക്കാനായിട്ട്, ആ വാർത്ത, നല്ല വാർത്ത കേൾക്കാനായിട്ടിരിക്കുകയായിരുന്നു. പക്ഷെ സംഭവിച്ചെന്താണ്? നേരെ ഉൾട്ടയാക്കുകയായിരുന്നു, അല്ലേ? നേരെ തലമറിയുകയായിരുന്നു. എന്താണ് അവരുടെ അജണ്ട? അവർ പറഞ്ഞു കഴിഞ്ഞു. വിഷ്ണുദേവ് സായി എന്ന് പറയുന്ന അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇവര് മനുഷ്യക്കടത്ത് നടത്തി, ഇവര് മതപരിവർത്തനം നടത്തി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആഗ്രയിൽ നിന്ന് ഈ തങ്ങളുടെ ഇടവക അംഗങ്ങളായിട്ടുള്ള കുട്ടികളെ, അല്ലെങ്കിൽ മറ്റൊരു സഭയിലെ അംഗങ്ങളെ, അവരെ സുരക്ഷിതമായി തങ്ങളോടൊപ്പം കൊണ്ടുപോകാൻ വേണ്ടി ആ സിസ്റ്റേഴ്സ് വരികയാണ്. പ്രീതി മേരിയും അതുപോലെ വന്ദന ഫ്രാൻസിസ് എന്ന് പറയുന്ന സിസ്റ്റേഴ്സ്, 2 പേരും ബഹുമാനായിട്ടുള്ള സിസ്റ്റേഴ്സ് വരുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ പെൺകുഞ്ഞുങ്ങൾക്ക് സുരക്ഷിത ഒരുക്കി അവരെ തങ്ങൾ എത്തിക്കേണ്ടുന്നതായിട്ടുള്ള സ്ഥാനത്ത് കൊണ്ടുചെന്നിട്ട്, സാധാരണ അങ്ങനെ ചെയ്യുന്നുണ്ട്, കാരണം അവിടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസം കൊടുക്കുന്നു, അതിന് ശേഷം തൊഴിലും കൂടെ കൊടുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരായതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതിന് നിങ്ങളുടെ ആരുടെ ഓശാരമൊന്നും വേണ്ട. കാരണം ഇന്ത്യ എൻ്റെ രാജ്യമാകുന്നു, ഇന്ത്യ ഞങ്ങളുടെ രാജ്യമാണ്. മതേതരത്വ വിശ്വാസത്തിൽ കഴിയുന്ന ഏവരുടെയും രാജ്യമാണ് ഈ ഭാരതം. ഈ ഇവിടെയുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. അങ്ങനെയുള്ള ഈ സഹോദരി സഹോദരന്മാരായിട്ടുള്ളവരെ ഉദ്ധരിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ഈ RB ബാബു എന്ന് പറയുന്നതായിട്ടുള്ള ബഹുമാനായിട്ടുള്ള ഈ ഹിന്ദു ഐക്യവേദിയുടെ ആളും, അതുപോലെ തന്നെ വേറെ ചില ആളുകൾ, ശശികല ടീച്ചറുടെ പേരൊക്കെ ഇവിടെ പറഞ്ഞല്ലോ, മദർ തെരേസയെ കള്ളി എന്ന് വിളിച്ച പ്രഗത്ഭയായിട്ടുള്ള ഒരു വാക്താവാണ് നമ്മുടെ ബഹുമാനിയായിട്ടുള്ള ശശികല ടീച്ചർ. അവരെ ടീച്ചറായിട്ടൊക്കെ പലരും പരിഗണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടീച്ചറൊക്കെ പറഞ്ഞത്, മനുഷ്യ ജീവിതത്തിന് പുതിയ മാറ്റങ്ങൾ കൊടുക്കുന്ന,
കാഴ്ചപ്പാടുകൾ കൊടുക്കുന്ന, മുമ്പ് നമ്മുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നതായിട്ടുള്ള ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവരെ കൈത്താങ്ങുന്നതായിട്ടുള്ള ഈ സിസ്റ്റേഴ്സിനെയും അച്ഛന്മാരെയും ശുശ്രൂഷകരെ സുവിശേഷകന്മാരെയും ഒക്കെ പീഡിപ്പിക്കുക എന്നുള്ളത് അതൊരു അജണ്ടയായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് എടുത്തിരിക്കുന്നവരാണ്. ഒരു കാര്യം നിബിൻ കൃഷ്ണനെ പോലുള്ള വക്കീൽമാർ അറിയേണ്ടതുണ്ട്. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്ന് ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാര് ക്രൈസ്തവരാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ക്രൈസ്തവ മിഷണറിമാർ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നതുകൊണ്ടാണ്. ഇല്ലേ നിങ്ങൾ ഇപ്പോഴും കോണകമുടുത്ത് തെരുവിലൂടെ നടക്കാനേ നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്കറിയാം 1934 ശിവരാമൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടെ നമ്മുടെ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഉപ്പെന്ന് പോയി ഉച്ചരിച്ചത് കൊണ്ട് അവനെ തല്ലിക്കൊന്ന ഒരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട്. 34 അധികകാലമായില്ല, ഒരു നൂറ്റാണ്ട് പോലും ആയിട്ടില്ല നിവിനെ. കാരണം എന്താണ്? അങ്ങനെയുള്ള ആളുകൾക്ക് പുളിച്ചേടത്തുനിന്ന് മാത്രമേ ഉച്ചരിക്കാനായിട്ട് ഉപ്പെന്ന് പറയാൻ അവകാശമില്ലായിരുന്നു, മാറുമറയ്ക്കാൻ നിങ്ങൾക്ക് അവകാശമില്ലായിരുന്നു എന്നുള്ളത് വളരെ കറക്റ്റാണ്. അത് തന്നെയല്ല, ബഹുഭാര്യത്വം മാത്രമല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, ബഹുഭർത്തൃത്വമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പത്തപ്പൻ്റെ മക്കളെന്നാണ് ഇവിടെ പലരെയും വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയിട്ട് ഇവിടെ ജീവൻ നൽകി, ഒരു സാമൂഹ്യ പരിവർത്തനം നൽകി, വിദ്യാഭ്യാസം നൽകി, ലോകത്തിൻ്റെ മുമ്പാകെ തന്നെ ഉയർന്നു നിൽക്കത്തക്കവണ്ണം മലയാളികളെയും ഇന്ത്യക്കാരെയും വളർത്തിയെടുക്കുന്നതിൽ അഹോരാത്രം അധ്വാനിച്ചിട്ടുള്ളത് ആരെന്ന് ചോദിച്ചാൽ നിങ്ങളെ ന്യൂനപക്ഷം എന്ന് വിളിക്കുന്നതായിട്ടുള്ള ഈ ക്രിസ്തീയ സമൂഹമാണ്. നമുക്ക് എടുത്തു നോക്കാം. നിങ്ങളൊരു 20 കോളേജുകൾ എടുക്കും, ഇന്ത്യയുടെ 20 കോളേജുകൾ നിങ്ങൾ എടുത്തിട്ട് പറ ഏത് കോളേജുകളാണ് ഉന്നതിയിൽ നിൽക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ്? സമർപ്പിതരായിട്ടുള്ള സന്യസ്തരായിട്ടുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്. അവരുടെ കുടുംബത്തെക്കാൾ, അവരുടെ നാടിനേക്കാൾ പാവപ്പെട്ട ജനത്തെ സ്നേഹിച്ച് അവരെ ഏതെല്ലാം തരത്തിൽ ഉന്നതിയിലേക്ക് കൊണ്ടുവരാമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടിയിട്ട് അഹോരാത്രം അധ്വാനിക്കുകയാണ്. പ്രതിഫലം വാങ്ങിക്കൊണ്ടല്ല. അവർ വാങ്ങിക്കുന്ന ഒന്നും തന്നെ അവരുടെ പോക്കറ്റിലേക്കല്ല അവരിടുന്നത്, അത് സമൂഹത്തിന് വേണ്ടി വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയും വിദേശ പണങ്ങൾ വരുന്നുണ്ട്. ഇവിടെ വിദേശ പണം എത്ര വരുന്നെന്നുള്ളത്, ആർക്കാ വരുന്നെന്നുള്ളതും ഈ അടുത്ത സമയത്തൊക്കെ നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ആർക്കാ കൂടുതൽ കിട്ടുന്നത്, ആരാത് ചെലവഴിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നത്. എന്നാൽ ക്രൈസ്തവർക്ക് ഏതെങ്കിലും സുമനസ്സുകൾ കൊടുക്കുന്നത് അതെല്ലാം തന്നെ സമൂഹത്തിന്റെ സമൂലമായ വികസനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ അറിയണം. അതുകൊണ്ട് സംഘപരിവാറിന്റെ തെറ്റായ ഒരു ധാരണ ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഉദ്യോഗം എന്ന് പറയുന്നത് മതപരിവർത്തനം. ഞാൻ ചോദിക്കട്ടെ നിബിനെ, എന്താ ഈ മതപരിവർത്തനം എന്ന് നിങ്ങൾ പറയുന്നത്? ഇപ്പോൾ ആരോപിച്ചിരിക്കുന്ന 2 കുറ്റങ്ങളാണല്ലോ സിസ്റ്റേഴ്സിനെ കുറിച്ച്. ഒന്ന് മനുഷ്യക്കടത്തും, മറ്റൊന്ന് മതപരിവർത്തനവും. അതിന് രണ്ടിനെ കുറിച്ചൊന്ന് വിശദമാക്കിയിട്ട് അടുത്ത ആളിലേക്ക് പോവാം. ഒന്ന് ചിന്തിക്കുക, മതം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കാനുള്ള മാർഗമാണ്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങൾ പ്രചരിപ്പിക്കുന്നതും എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്നു. നാം ദൈവത്തെ അന്വേഷിച്ച് ചെന്ന് കഴിഞ്ഞാൽ കണ്ടെത്താൻ കഴിയുകയില്ല. എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, വിലയേറിയ മനുഷ്യൻ, അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ അവനെ അന്വേഷിച്ച് അവനെ കണ്ടെത്തി അവനൊരു ജീവൻ കൊടുക്കുവാൻ, സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ വന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹം, ആ സ്നേഹത്തെയാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ആ സ്നേഹത്തിൽ കൂടെ മറ്റുള്ളവരെ ആശ്ലേഷിക്കുകയാണ്, അവരെ ഞങ്ങൾ നേടിയെടുക്കുകയാണ്. നേടുക എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതങ്ങളാക്കുകയാണ്. ഞാനൊരു ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം പറഞ്ഞിട്ട് അടുത്തയിലേക്ക് പോവാം. ഒന്ന്, മദർ തെരേസ എന്ന് പറയുന്ന നിങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ശശികല ടീച്ചറെ കള്ളി എന്ന് വിളിച്ച ആ മദർ തെരേസയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു വലിയ ഭാഗ്യം, മഹാഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ, എൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് അവിടെ കാലിക്കട്ട് എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്ത് കുഷ്ഠരോഗ ആശുപത്രിയിൽ അവിടെ ചെല്ലുന്ന സമയത്ത് കാണുന്ന കാഴ്ച, ഞാൻ ആദ്യമായിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെല്ലുന്ന കാഴ്ച ഞങ്ങൾ ചെല്ലുമെന്ന് അറിയിച്ചു, ഞാനും എൻ്റെ സീനിയറും കൂടെ. 2 സിസ്റ്റേഴ്സ് വളരെ വളരെ സുന്ദരികളും, നിങ്ങളുടെ ഒരു പക്ഷെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ അസിതയെ പോലൊക്കെ തന്നെ വളരെ കഴിവും പ്രാപ്തിയുള്ള 2 സിസ്റ്റേഴ്സ്, അവർ ഈ രോഗികളെയൊക്കെ പരിചരിക്കുന്നവരാ. അവരവിടെ ഗ്ലൗസുമായിട്ട് നിൽക്കുക. ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ കൈകളിലേക്ക് ആ ഗ്ലൗസ് ഞങ്ങൾ ഇട്ടു, മാസ്ക് ഞങ്ങൾ ധരിച്ചു. എന്തിനാണെന്നറിയാമോ? അവിടെ അന്ന് രാവിലെ റോഡിൽ നിന്ന് കിട്ടിയ ഒരു വയോവൃദ്ധനായ മനുഷ്യൻ, അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്, കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. അതാണ് ഞങ്ങളുടെ ദൗത്യം. ഞങ്ങൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ നാറ്റം കൊണ്ട് അടുക്കാൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഊരാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, മുതുക്, അവിടെ നിന്ന് ഈ പുഴു ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. വെള്ളം വലിച്ചിട്ട് പുഴു ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. എനിക്ക് അടുക്കാൻ കഴിഞ്ഞില്ല, വാസ്തവം പറയാം. ഞാൻ അന്ന് വളരെ ചെറുപ്പമാണ്, അടുക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ സീനിയറിനും കഴിഞ്ഞില്ല. ഞങ്ങൾ 2 പേരും മാറി നിന്നപ്പോൾ യാതൊരു മടിയും കൂടാതെ, ഒരു ഗ്ലൗസ് പോലും ധരിക്കാതെ, ഒരു മാസ്കും വെക്കാതെ ഈ 2
നമുക്ക് വേണമെങ്കിൽ അവയെ മാലാഖമാരെന്ന് വിളിക്കാം. അങ്ങനെയുള്ള 2 സിസ്റ്റേഴ്സ്, ആ മാലാഖമാര് ആ വയോവൃദ്ധനായിട്ടുള്ള മനുഷ്യന്റെ ബോഡി എടുത്ത് നേരെ കുളിമുറിയിലേക്ക് കുളിപ്പിക്കേണ്ടുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഒരു 15 അടി അകലത്തിലാണ് അതിനെ അനുഗമിച്ചത്. അങ്ങനെയാണ് ഞങ്ങളുടെ സിസ്റ്റേഴ്സും ഞങ്ങളുടെ അച്ഛന്മാരും സേവനം ചെയ്യുന്നത്. നിങ്ങളത് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ഞങ്ങൾക്ക് ഓൾറെഡി ദൈവസ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ സ്നേഹം മറ്റുള്ളവരും കൂടെ അറിയണം. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ എളിയവരിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും എനിക്കാവുന്നു ചെയ്തതെന്ന് കർത്താവ് ഈശോ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഈശോയുടെ വാക്കുകൾ സാഫല്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ക്രിസ്തുവിനെ ഞങ്ങൾ ഓരോ മനുഷ്യരിലും കാണുന്നതുകൊണ്ടാണ് അവരെ ശുശ്രൂഷിക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്കിവിടെ മതപരിവർത്തനം നടത്തി റെക്കോർഡുകളിൽ പേരുണ്ടാക്കാനോ അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം തേയ്ക്കാനോ രാജ്യം പിടിച്ചെടുക്കാനോ ഒന്നും ഞങ്ങൾക്ക് ഒരു ഉദ്ദേശവുമില്ല എന്നുള്ളത് അഡ്വക്കേറ്റ് നിബിൻ കൃഷ്ണനെ പോലുള്ള എല്ലാ വാക്താക്കളും അറിയണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞു, മനുഷ്യക്കടത്ത്. 18 വയസ്സും 19 വയസ്സും 21 വയസ്സുമുള്ള 4 പേരെയാണ് അന്ന് പോലീസ് അവിടെ ചോദ്യം ചെയ്ത്. റെയിൽവേ പോലീസ്. ആ പോലീസിന് സംശയം തോന്നി. പോലീസിനല്ല, അവിടുത്തെ റെയിൽവേ ടി ആരെ വിളിച്ചത്? നിങ്ങൾ എന്തുകൊണ്ടാണ് TT പിരിച്ചുവിട്ടില്ല? എന്തുകൊണ്ട് അയാൾക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചില്ല? TT നിങ്ങളുടേതാണല്ലോ, റെയിൽവേ നിങ്ങളുടെയാണല്ലോ അല്ലേ? റെയിൽവേ നിങ്ങളുടെയാണെങ്കിൽ ആ TTക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ട അത്യാവശ്യമില്ലായിരുന്നോ? അയാൾ ആരെ വിളിച്ചു വരുത്തിയത്? ബജരംഗ് ദൾ എന്ന് പറയുന്നതായിട്ടുള്ള ഈ ജ്യോതി ശർമ്മയെ പോലെയുള്ള ഭീകരവാദികളായിട്ടുള്ളവരെ. അവരാണ് വാസ്തവത്തിൽ ഇന്ത്യയുടെ ഭീകരവാദികൾ. അതുകൊണ്ട് മാത്രം ഇടപെടുകയാണ്. നിബിൻ, ഏറ്റവും പ്രശസ്തമായ 3 ചോദ്യങ്ങൾ ഫാദർ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, TT റെയിൽവേ എങ്ങനെയാണ് ബജ്രംഗ് ദളിനെ അവിടെ വിളിച്ചു വരുത്തുന്നത്? അവർ വിളിച്ചിട്ട് തന്നെയാണ് ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്നത്, ഒരു തർക്കവുമില്ല. ഒന്നാമത്തെ കാര്യം. 2, മതപരിവർത്തനം എന്നുള്ള വാദം എപ്പോഴേ പൊളിഞ്ഞു എന്നുള്ളതാണ്. ആ കുട്ടികൾ തന്നെ മാധ്യമങ്ങളോട് അടക്കം വന്ന പ്രതികരണം നടത്തുകയാണ്. അവരെ ആരും മതപരിവർത്തനം ചെയ്തിട്ടില്ല, അവർ അല്ലെങ്കിൽ തന്നെ ക്രിസ്ത്യാനിറ്റിയിൽ വിശ്വസിക്കുന്നവരാണ്, പിന്നെ എന്തിനാണ് അവരെ മതപരിവർത്തനം നടത്തുന്നത് എന്നുള്ള 2ാമത്തെ ചോദ്യം. 3, പ്രായപൂർത്തിയാകാത്തവരാണ് എന്നുള്ള വാദം. അവരൊക്കെയും 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരായിരുന്നു. നിബിൻ, അപ്പോൾ ഇതിൽ ഏത് വാദമാണ് നിലനിൽക്കുന്നത്? അതിനു മുൻപേ ഫാദർ ജോൺസണോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ജെസ്യൂട്ട് സഭയുടെ മഹത്വം അങ്ങനെ പഠിപ്പിക്കേണ്ട. കുട്ടിക്കാലം മുതൽ ഒരു ജെസ്യൂട്ട് സഭ നടത്തുന്ന സ്കൂളിൽ പഠിച്ച് +2 വരെ പഠിച്ച ആളാണ് ഞാൻ. സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു വന്ന ആളാണ് ഞാൻ. അപ്പോൾ നിബിനെ ആരെങ്കിലും മതം മാറാൻ നിർബന്ധിച്ചോ? എൻ്റെ ധർമ്മം ഞാൻ എൻ്റെ ഇല്ല, എന്നെ ആരും എൻ്റെ ധർമ്മത്തെ ഞാൻ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം സഭയോടും സഭാ നേതൃത്വത്തോടും വളരെ ബഹുമാനത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് എന്നെ ജെസ്യൂട്ട് സമൂഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ സഭയെക്കുറിച്ചോ അങ്ങ് പഠിപ്പിക്കണ്ട. ഞാനിത് കണ്ടു വളർന്ന ആളാണ്. അവർ മതപരിവർത്തനം ചെയ്യുന്ന ആളുകളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ഭാരതത്തിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്. അത് നടക്കുന്നത് സർക്കാർ തടയും. അത് തടയാൻ സർക്കാർ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1968 ഉണ്ടാക്കിയ നിയമം BJP സർക്കാർ ഉണ്ടാക്കിയ നിയമമല്ല. ഛത്തീസ്ഗഡിലെ നിയമം BJP സർക്കാർ ഉണ്ടാക്കിയ നിയമമല്ല. അതത് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരുകളും മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതോടൊപ്പം ഭരണഘടന ഞാൻ മുഴുവൻ പറയട്ടെ ഒറ്റയ്ക്ക് ചർച്ച ചെയ്തോ? ഞാൻ മുഴുവൻ പറയട്ടെ. ഇൻടോളറന്റ് ആവല്ലേ? നിങ്ങൾ എന്തിനാ ഇൻടോളറന്റ് ആവണ്ടേ? വൈ ആർ യു ഗെറ്റിംഗ് ഇൻടോളറന്റ്? ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഭരണഘടന മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നതോടൊപ്പം നിർബന്ധിത മതപരിവർത്തനം അനുവദിക്കുന്നില്ല. ഞാൻ മുഴുവൻ പറയട്ടെ. ഒരു ലോജിക്കലായ ചോദ്യം. ആ കുട്ടികളെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്ന് പറയേണ്ടത് BJP ആണോ ആ കുട്ടികളാണോ? അതൊന്ന് പറയൂ. ആ കുട്ടികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പ്ലീസ് ഡോണ്ട് ട്രൈ ടു പുട്ട് യുവർ വേർഡ്സ് ഇൻടു മൈ മൗത്ത്. എന്റെ ചോദ്യം ചോദിക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് എന്താണ് കാര്യം? നിബിൻ, ഞാൻ മറ്റാരും സംസാരിക്കുമ്പോൾ ഇടപെടാറില്ല. അതെന്റെ ശൈലിയല്ല. ഞാൻ സംസാരിക്കുമ്പോൾ ദയവ് ഇത് ഇടപെടരുത്. അത്ര ഞാൻ പറയുന്നുള്ളൂ. പറഞ്ഞോളൂ. ഞാൻ ഇപ്പം ഫാദറും അഡ്വക്കേറ്റ് അരുണും തെറ്റിദ്ധരിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ പ്രോസിക്യൂഷൻ
ബെയിൽ ഒപ്പോസ് ചെയ്തതുകൊണ്ട് മാത്രമല്ല, ബെയിൽ ഒപ്പോസ് ചെയ്തത് കൊണ്ടല്ല ബെയിൽ NIA കോർട്ടിലേക്ക് മാറ്റിയത്. വിത്തൗട്ട് കൺസിഡറിങ് മെറിറ്റ്സ് ഓർ ഡിമെറിറ്റ്സ്, വിത്തൗട്ട് കൺസിഡറിങ് മെറിറ്റ്സ് ഓഫ് ദ കേസ് എന്ന് പ്രത്യേകം വിധിന്യായത്തിലുണ്ട്. വിധിന്യായം ഒന്ന് നോക്കിയാൽ മതി. കേസിൻ്റെ മെറിറ്റിലോ ഡിമെറിറ്റിലേക്കോ അഡീഷണൽ സെഷൻസ് ജഡ്ജ് പോയിട്ടില്ല. ഇത് എനിക്ക് കേൾക്കാൻ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അല്ല, നമ്മൾ അങ്ങനെ ഒരു വാദം ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ നിബിൻ. അപ്പോൾ നിബിൻ ഇവിടെ മതപരിവർത്തനം നടത്തുന്ന വാദത്തിൽ നിന്ന് പിന്നിലേക്ക് പോയോ? നിബിൻ അവിടെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണോ അപ്പോൾ നിബിൻ പറയാൻ ശ്രമിക്കുന്നത്? അതൊന്ന് പറയൂ. അവിടെ മതപരിവർത്തനം നടത്താൻ വളരെ സിമ്പിളാണ്. ജോൺസൺ അച്ഛനും അഡ്വക്കേറ്റ് അരുൺകുമാർ തെറ്റിദ്ധരിച്ചതല്ല, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറയാണ് ബെയിൽ ഒപ്പോസ് ചെയ്തതുകൊണ്ടാണ് ബെയിൽ കിട്ടാഞ്ഞത്. ജോൺസൺ ഫാദർ ബെയിൽ ഒപ്പോസ് ചെയ്തതുകൊണ്ടല്ല, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് NIA കോടതിയിലേക്ക് മാറ്റിയത്. ശരി, ഞാൻ ആ വാദം അംഗീകരിച്ചു. അതോടെ അത് കഴിഞ്ഞല്ലോ. അപ്പോൾ അടുത്ത ചോദ്യം പറയൂ. പച്ചക്കറി വാങ്ങാൻ പോയതല്ലോ, എന്താണ് ബെയിലിനല്ലേ പോയത്? ഒന്നുകൂടെ നിയമപരമായിട്ട് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ. അല്ല, അതിന് മുൻപ് പറഞ്ഞു, ഒന്നുകൂടി പറയൂ, കേട്ടില്ല. ജുഡീഷ്യസ്ലി മാത്രമേ ഒരു കോടതിക്ക് ആക്ട് ചെയ്യാൻ കഴിയുള്ളൂ. കോടതിയുടെ കാര്യമല്ല നിബിൻ ചോദിക്കുന്നത്. കോടതിയിലേക്ക് നേരെ ട്രെയിൻ ഇറങ്ങിയ കുട്ടികൾ നടന്നു കയറിയിരുന്നല്ലോ, അതിന് മുൻപുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞാൻ അതിനെ കുറിച്ചല്ല പറഞ്ഞത്. അഡ്വക്കേറ്റ് അരുൺകുമാറും ജോൺസൺ ഫാദർ തെറ്റിദ്ധരിച്ചിട്ടും ജോൺസൺ ഫാദർ പറഞ്ഞു ബെയിൽ ഒപ്പോസ് ചെയ്തതുകൊണ്ടാണ് ബെയിൽ കിട്ടാത്തത്. അല്ല, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ലാത്ത ഇനി പറയൂ, അവിടെ മതപരിവർത്തനം നടത്തിയെന്നുള്ള വാദം നിബിനുണ്ടോ? അല്ല, നമ്മളത് ചർച്ചയുടെ ആദ്യ ഭാഗത്തിലേ പറഞ്ഞല്ലോ. എന്താണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്? ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിൽ ലോകം മുഴുവൻ അംഗീകരിച്ച കാര്യമാണ്. An accused is presumed to be innocent until proven guilty. ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അത് തന്നെയാണ് പറഞ്ഞത്. അവർ നിരപരാധികളാണ്. അല്ല, അവിടെ ഞങ്ങളെ മതപരിവർത്തനം നടത്തിയിട്ടില്ലെന്ന് ആ കുട്ടികൾ പറയുമ്പോൾ നടത്തി എന്ന് സ്ഥാപിക്കാൻ ബജ്രംഗ് ദൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. അല്പം മുമ്പ് നിബിൻ ആ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ആ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് മാധ്യമപ്രവർത്തകർ ഛത്തീസ്ഗഡിലേക്ക് പോയിട്ടുണ്ട്. ആ പോയ കൂട്ടത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ കോടതിക്ക് മുന്നിൽ കണ്ട കാഴ്ചകളെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ പറയുന്ന ചില വാചകങ്ങൾ ഞാൻ വായിക്കാം. അന്വേഷണം NIAക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചു എന്നറിഞ്ഞതോടെ പുറത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനമായി. പുറത്തു വന്ന അഭിഭാഷകരെ അവർ മാലയിട്ട് സ്വീകരിച്ചു. പോലീസുകാരും ബജ്രംഗ് ദൾ പ്രവർത്തകരും തമ്മിൽ ഹസ്തദാനം ചെയ്ത് സന്തോഷം പങ്കിടുന്നത് കാണാമായിരുന്നു. പോലീസിന്റെ മെഗാഫോൺ ഉപയോഗിച്ചാണ് ബജ്രംഗ് ദളുകാർ അനൗൺസ്മെന്റുകൾ നടത്തിയത്. ചുരുക്കത്തിൽ ബജ്രംഗ് ദളിന്റെ അടിഞ്ഞാട്ടമാണ് ഛത്തീസ്ഗഡിൽ നടക്കുന്നത്. പറയൂ, ബജ്രംഗ് ദളിന്റെ കയ്യിലാണോ അവിടെ ഭരണം? അല്ല, വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ചില ആളുകൾ എഴുതുന്ന ലേഖനങ്ങൾ വെച്ചുകൊണ്ട് ചർച്ച നടത്താൻ കഴിയില്ലല്ലോ. വളരെ ക്ലിയർ ആയി കോടതി വിധിയുണ്ട്. വളരെ ക്ലിയർ ആയി നമുക്ക് കോടതി വിധിയുണ്ട്. പിന്നെ ഇതിന്റെ സീക്വൻസ് ഓഫ് ഇവന്റ് ഉണ്ട്. ട്രെയിനിൽ കയറിയപ്പോൾ ഇവരോട് ടിക്കറ്റ് ചോദിച്ചു, ടിക്കറ്റ് ഇല്ലായിരുന്നു. ID കാർഡ് ചോദിച്ചു, ID കാർഡ് ഇല്ലായിരുന്നു. What is the next procedure? ടിക്കറ്റ് ഇല്ലായിരുന്നു. ചെറിയ മറുപടി, ഫാദർ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ലേ? അല്ലല്ല, ഞാൻ മുഴുവൻ പറയട്ടെ. ഞാൻ ഫാദറിലേക്ക് വരാം. ഞാൻ മുഴുവൻ പറയട്ടെ. മൂന്ന് പേരും പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോൾ അവിടെ TT ചോദിക്കുന്നു. ഉടനെ തന്നെ ആ ചെറുപ്പക്കാരൻ അവരെ സിസ്റ്റേഴ്സിനെ വിളിക്കുന്നു. ഉടനെ TT ഈ ജ്യോതി ശർമ്മയെ പോലുള്ള ആളുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു. ശരി 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 നിബിൻ, അവിടെയാണ് ചോദ്യം. നിബിൻ പറയൂ, ടിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ജ്യോതി ശർമ്മയെ വിളിച്ചു എന്നുള്ളത് നിങ്ങൾ ആരോപണമാണ്. അല്ല, കണ്ടവർ പറഞ്ഞതാണ്, അത് അനുഭവിച്ചവർ പറഞ്ഞതാണ്. അവരെ കാണാനായി ഒരുപാട് നേതാക്കൾ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നിബിൻ എടുത്ത് പറയുന്നതല്ലോ കാര്യം. അത് നിങ്ങൾ പറയുന്നതാണ്. നിങ്ങൾ പറയുന്നത് that is your accusation. ID കാർഡ് ഇല്ലാത്ത അല്ല, ഞാൻ പറയുന്നത് പ്രോസിക്യൂഷൻ എഴുതി ബജ്രംഗ് ദളിനെ വിളിച്ചതാരാണ്? ഞാൻ വളരെ ക്ലിയർ ആയി പറയുന്നു. പോലീസിനാണ് പറഞ്ഞത്. റെയിൽവേ പോലീസിന് ഇൻഫോം ചെയ്യാൻ ദാറ്റ്സ് എ പ്രൊസീജിയർ. ആ പ്രൊസീജിയർ അയാൾ ഫോളോ ചെയ്യണ്ടേ? അയാളുടെ ഡ്യൂട്ടി അയാൾക്ക് ചെയ്യണ്ടേ? ബജ്രംഗ് ദളിനെ ഇൻഫോം ചെയ്തതാണോ ഛത്തീസ്ഗഡിൽ പോലീസിന്റെ ഡ്യൂട്ടി? അതാ ഞാൻ പറയുന്നത്. നിങ്ങളുടെ വേർഡ്സ് എന്റെ വായിലിടാൻ നിങ്ങൾ ദയവ് ചെയ്ത് മെനക്കെടരുത്. നിബിന്റെ പ്രസ്ഥാനവും പറയുന്നത് നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങണോ? അത് അനുഭവിച്ച കന്യാസ്ത്രീകൾ, ആ മനുഷ്യർ, ഞങ്ങൾക്ക് പറയാനുള്ളത് അവരോട് ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾ വളരെ ക്ലിയർ ആയി പറഞ്ഞല്ലോ.
ID കാർഡ് ഇല്ലായിരുന്നു. ID കാർഡ് ഇല്ലാത്തതുകൊണ്ട് TTR റെയിൽവേ പോലീസ് ഇൻഫോം ചെയ്തു. ദാറ്റ് ഈസ് ദ ബേസിക് പ്രൊസീജിയർ. ID കാർഡ് ഇല്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? ടിക്കറ്റ് ഇല്ലെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ പരിശോധിക്കേണ്ടത്. ടിക്കറ്റ് ഉണ്ടായിരുന്നു, ID കാർഡ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളോട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞു. ഞാൻ വാദത്തിന് വേണ്ടി അംഗീകരിച്ചു. അല്ല, നിങ്ങൾ അതൊന്ന് പറ. നിങ്ങൾ അതൊന്ന് പറ. നിങ്ങൾ അതൊന്ന് പറ. അതൊന്ന് പറ. നിങ്ങൾ ഇതൊന്ന് പറ. അതൊന്ന് പറ. നിങ്ങളോട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ പറഞ്ഞു. താങ്കൾ പറഞ്ഞത് ഞാൻ അംഗീകരിച്ചു. ID കാർഡും ഇല്ല, ഞാൻ അസ്വസ്ഥനായിട്ടേ ഇല്ല. ID കാർഡും ഇല്ല, ടിക്കറ്റും ഇല്ല. അപ്പോൾ ID കാർഡും ടിക്കറ്റും ഇല്ലാതെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇറങ്ങേണ്ടത്, ചോദ്യം ചെയ്യേണ്ടത് റെയിൽവേ പോലീസാണോ ബജ്രംഗ് ദളാണോ? അത് മാത്രം പറയൂ. റെയിൽവേ പോലീസാണ്, എന്താ സംശയം? അപ്പോൾ ഇവിടെ ചോദ്യം ചെയ്തത് ബജ്രംഗ് ദളല്ലേ? അല്ല, ഇന്ന് നിങ്ങളാണ് പറയുന്നത്. അല്ല, ദൃശ്യങ്ങൾ പറയുന്നു. ദൃശ്യങ്ങൾ കള്ളം പറയില്ല സുഹൃത്തെ, ദൃശ്യങ്ങൾ കള്ളം പറയില്ല. ജ്യോതി ശർമ്മ ആരാണ്? ആരോപണമാണ്. ജ്യോതി ശർമ്മ ആരാണ്? ഛത്തീസ്ഗഡിലെ ബജ്രംഗ് ദൾ നേതാവാണോ? റെയിൽവേ പോലീസാണ് കോഗ്നിസൻസ് എടുത്തിരിക്കുന്നത്. അവരാണ് ചോദ്യം ചെയ്തത്. ജ്യോതി ശർമ്മ ആരാണ്? റെയിൽവേ പോലീസാണോ? അല്ല, ബജ്രംഗ് ദളിന്റെ കേസ് രജിസ്റ്റർ ചെയ്ത് എടുക്കാൻ പറ്റില്ലല്ലോ. കേസ് രജിസ്റ്റർ ചെയ്ത് കോഗ്നൈസൻസ് എടുത്തത് റെയിൽവേ പോലീസാണ്. അപ്പോൾ എന്തിനായിരുന്നു അവിടെ ബജ്രംഗ് ദൾ പ്രവർത്തകർ വന്ന് ഇവരുടെ ആ ബാഗ് ഒക്കെ പിടിച്ചു വാങ്ങുന്നത് കണ്ടോ? എന്തിനായിരുന്നു അത്? ഇവർ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്, ഈ നിലയിൽ ഇവിടെ ഇനി ആളുകൾ വന്നാൽ കൊന്നു കളയുമെന്നൊക്കെ. അതൊക്കെ പറയാൻ ഇവർ ആരാണ്? എന്നിട്ടും അവരിപ്പോൾ അവിടെ സ്വതന്ത്രമായി വിഹരിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ഏതോ ദൃശ്യങ്ങൾ കാണിച്ച് അൺപ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ അതിനോട് എക്സീഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ജോൺസൺ അച്ഛനോട് അല്ല, നിങ്ങൾ ഏതോ ദൃശ്യം കാണിച്ച് നിങ്ങളുടെ ഒരു സ്റ്റോറി പറഞ്ഞ് അതിനോട് എക്സീഡ് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ജോൺസൺ അച്ഛനോട് അത് നിങ്ങൾ പറയുന്നത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ പിന്നിലേക്ക് പോവുകയാണോ? അത് നിങ്ങൾ അങ്ങനെ അല്ലല്ല, ഞാനൊരു വ്യതിയാലി ചൊല്ലി. നിങ്ങൾ പറയുന്നു അങ്ങനെയല്ല പറയുന്നത്. ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഫാബ്രിക്കേഷൻ. ആ നിൽക്കുന്ന സ്ത്രീയുടെ പേരാണ് പറഞ്ഞത്, ജ്യോതി ശർമ്മ. അവർ ആരാണെന്നുള്ളത് താങ്കൾക്ക് അറിയില്ലേ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അവർ ബജ്രംഗ് ദളിന്റെ നേതാവാണ് ഛത്തീസ്ഗഡിലെ. അല്ല, അത് ഇവർ ഹരാസ് ചെയ്തു, ഗരാവോ ചെയ്തു, ഇവരെ എന്താ പറയാ, ഇവരെ ബുദ്ധിമുട്ടിച്ചു എന്നൊക്കെ നിങ്ങൾ പറയുന്നതാണ്. സുഹൃത്തെ, ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ആ ദൃശ്യങ്ങൾ കാണുന്നില്ല. അരുൺ, ചെറിയൊരു കമന്റ്. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. ഒരു ഒറ്റ മിനിറ്റ് ഒരു കമന്റ്. അരുൺ, ഇവിടെ പച്ചയായ നുണ വന്ന് പ്രചരിപ്പിക്കുകയാണ്. നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളുണ്ടല്ലോ. ഇവിടെ നിയമം കയ്യിലെടുക്കാനും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കാനും ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത്? ബജ്രംഗ് ദൾ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു യുവജന വിഭാഗമാണെന്ന് അവർ തന്നെ അംഗീകരിച്ചിരിക്കുന്നു. ഇവർക്ക് നിയമം കയ്യിലെടുത്ത് ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ആക്രമിക്കാനും ഇന്നന്നെ ആളുകൾ മതം മാറി എന്ന് തീരുമാനിക്കാനും ഇത് മനുഷ്യക്കടത്താണെന്ന് തീരുമാനിക്കാനും ഇവർക്ക് പട്ടാളത്തിന് ജോലി കൊടുത്തിട്ടുണ്ടോ? പോലീസിന്റെ ജോലി കൊടുത്തിട്ടുണ്ടോ? അവരവർക്ക് അവരവരുടെ ഡ്യൂട്ടി ചെയ്താൽ പോരെ? ഇവിടെ നിയമം കയ്യിലെടുത്ത് പോലീസ് ഒത്താശ ചെയ്യുകയാണ്. അരാജകത്വത്തിലേക്ക് ഈ നാട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഇതൊക്കെ കൃത്യമായി വീഡിയോ നമ്മുടെ മുന്നിൽ ഉള്ളപ്പോഴാണ് ഇത്തരം നുണ പ്രചരിപ്പിക്കുന്നത്. അവിടെ കൃത്യമായി ബെയിലിനെ എതിർത്തില്ലെന്നൊക്കെ വന്ന് പറയുക. ആ ബെയിൽ ഓർഡറിൽ തന്നെ പറഞ്ഞു പ്രോസിക്യൂഷൻ വെഹുമെന്റി ഒപ്പോസിഡ് എന്ന് അതിൽ കൃത്യമായിട്ടുണ്ട്. പിന്നെ എന്തിനാ ഈ നുണയെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്? സത്യം കൃത്യമായിട്ടുണ്ട്. സത്യം സാമർത്ഥ്യത്തെക്കാൾ സുന്ദരമാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ മടങ്ങി വരാം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെ പോലും അതല്ല, അത് നടന്നിട്ടില്ല എന്നുള്ളത് ആവർത്തിക്കാനാണ് BJP ശ്രമിക്കുന്നത്. അപ്പോൾ കേരളത്തിലെയും BJP, ഛത്തീസ്ഗഡിലെയും BJP രണ്ടും ഒന്ന് തന്നെയാണ് എന്നുള്ളത് അടിവരയിടുക കൂടി ചെയ്യുന്നുണ്ട്. ഫാദർ, ഇവിടെ ടിക്കറ്റും ID കാർഡും ഇല്ലാതെ അവർ വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. ആ വാദം തന്നെ പച്ചക്കള്ളം. ഇനി ടിക്കറ്റും ID കാർഡും ഇല്ലാത്തവർക്കെതിരെ ചുമത്തുന്നത് മതപരിവർത്തനത്തിനെതിരെയുള്ള കുറ്റമാണോ എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതിനൊന്നും ഇവിടെ മറുപടിയില്ല. നമ്മൾ ദൃശ്യങ്ങൾ സഹിതമാണ് കാണിക്കുന്നത്. ആ ബജ്രംഗ് ദൾ പ്രവർത്തകർ അവരെ ആൾക്കൂട്ട വിചാരണ ചെയ്യുന്നത്. പക്ഷേ ആ ദൃശ്യങ്ങൾ പോലും ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ള നിലയിലേക്ക് BJPയുടെ വാദം എത്തുന്നു. ഇനിയിപ്പോൾ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് ബാക്കി. ഹസിത, ഇതിനകത്ത് രസഭാഗമായ കാര്യം, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് നിബിന് പല കാര്യങ്ങളും എങ്ങനെയാണ് ഇത്രയും പച്ചയ്ക്ക് പൊള്ളയായിട്ടുള്ളത് പറയാൻ കഴിയുന്നത് എന്നുള്ളൊരു അതിശയം നമ്മുടെ മുമ്പാകെ കിടക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ എന്തുകൊണ്ടായിരിക്കും അവരോ പറയുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു, രേഖകൾ ഉണ്ടായിരുന്നു. 18 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളും 21 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയുടെ സഹോദരനും ഈ സംഘത്തിലുണ്ടായിരുന്നു. 4 പേരിലുണ്ടായിരുന്നു. സിസ്റ്റേഴ്സ് വന്നത് അവരെ ജോലി കൊടുത്ത് അവർക്ക്
കുടുംബങ്ങളിലേക്ക് വരുമാനങ്ങൾ ഉണ്ടാക്കാനാണ്. സാധാരണഗതിയിൽ അങ്ങനെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെ കൊണ്ടുപോവുകയും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അവരുടെ കുടുംബങ്ങൾക്ക് വരുമാനം ഉണ്ടാകത്തക്കവണ്ണം അവരെ ജോലികളിലൊക്കെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് നമ്മുടെ രാജ്യത്തിൽ കൂടെ ആണല്ലോ പോയത്. ഇവിടെ പാസ്പോർട്ടും NOC ഒന്നും ആവശ്യമില്ലല്ലോ. അത് ആദ്യമേ മനസ്സിലാക്കണം നിവിനെ പോലുള്ളവർ. ഇത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ നിയമങ്ങളുണ്ടെങ്കിലും അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കും. നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ അതിഥി തൊഴിലാളികൾ വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ പേര് അവിടെ പോയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ളതാണ്, ഒന്നല്ല പല പ്രാവശ്യം. നാരായൺപൂരിലെ അനേക കുടുംബങ്ങളെ നിങ്ങൾ കത്തിച്ചിട്ടുണ്ട്. അനേക വ്യക്തികൾക്ക് അവരുടെ കുടുംബങ്ങൾ നഷ്ടമായിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള സ്ഥലത്ത് അവിടെ ചെല്ലുന്ന സമയത്ത് ചില വർഷങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിലെ പ്രശ്നം ആരംഭിക്കുന്നതിൻ്റെ തൊട്ട് തലേ വർഷത്തിൽ അവിടെ ചെല്ലുന്ന സമയത്ത് കണ്ട കാഴ്ച 8 ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പത്ത് ഈ അമ്മമാരെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു മറുതുണിയില്ലാതെ, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിൽ 8 ഡിഗ്രി തണുപ്പിൽ അവരെ വഴിയോരങ്ങളിൽ കഴിയുന്ന അവസ്ഥകൾ ഞാൻ നേരിടെയായി കണ്ടതാണ്. സഹായിക്കാവുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ പിന്നീട് സഹായിക്കാനിടയായി. ഭക്ഷണമില്ലാതെ എത്ര ദിവസങ്ങളെന്നറിയാമോ? അതുപോലെ കൃത്യമായിട്ട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തു ആ നാരായൺപൂരിൽ. ഇനി ഒരു കാര്യം കൂടെ പറയാം. നാരായൺപൂരിനെ കുറിച്ച് നിബിനെ പോലുള്ള ആളുകൾ അറിയണം. അവിടെ മനുഷ്യവാസങ്ങൾ ഉണ്ട് എന്ന് അറിയുന്നത് തന്നെ, നമ്മുടെ സർക്കാരുകൾ അറിയുന്നത് തന്നെ അവിടേക്ക് ക്രിസ്തീയ ശുശ്രൂഷകന്മാർ, മിഷണറിമാരൊക്കെ കടന്നു ചെന്നതിന് ശേഷമാണ്. അതിനു മുമ്പില്ലായിരുന്നു, അറിയത്തില്ലായിരുന്നു. അത് ഗോത്രവർഗ്ഗക്കാരാണെന്നുള്ളതൊക്കെ പിന്നീടാണ് അറിയുന്നത്. അത് ബസ്തർ മേഖലയായിരുന്നു. ആ ബസ്തർ മേഖലയിൽ ജോലിക്ക് വേണ്ടി പോകുന്ന ആളുകളെ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ ജോലിക്ക് പോയ ആളുകളാണ് ഇങ്ങനൊരു സമൂഹമുണ്ടെന്നും അവർ കാട്ടിലാണ് വസിക്കുന്നതെന്നും ഒക്കെ അറിഞ്ഞത്. അതിനുശേഷം അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ അവിടെയൊക്കെ നല്ല പുരോഗതികൾ കൈവരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവര് ഈ നിങ്ങളുടെ നേതാക്കന്മാരോട്, അവിടെയുള്ള ഈ ചാതുർവർണ്ണയത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള ആളുകളോട് വന്ന് തൊഴിൽ ചെയ്ത് കഴിഞ്ഞാൽ കൂലി ചോദിക്കും. അവർ കൊണ്ടുവരുന്ന വിഭവങ്ങൾക്ക് കൃത്യമായ കാശ് തരണമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇവരുടെ പേരിൽ യൂണിയൻ ഗവൺമെന്റിൽ നിന്ന്, ഏത് ഗവൺമെന്റ് ഭരിച്ചാലും ഗോത്രവർഗ്ഗക്കാർക്ക് ധാരാളം പണമൊക്കെ അതാത് സമയങ്ങളിൽ വരാറുണ്ട്. ആ പണം ഈ ഇവരോട് ഉദ്യോഗസ്ഥന്മാരോട് വന്നിട്ട് ഞങ്ങളുടെ പേരിൽ വന്നിരിക്കുന്ന പണം ഞങ്ങൾക്ക് തന്നെ കിട്ടണം, അതുവരെ കള്ളയൊപ്പിട്ടൊക്കെ വാങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ ഈ പൈസയൊക്കെ ഇവർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവരും ഈ ബിസിനസ് മുതലാളിമാരും അതോടൊപ്പം തന്നെ നിങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരും കൂടെ ചേർന്നുണ്ടാക്കിയ കലാപങ്ങളാണ് നാരായൺപൂരിൽ സംഭവിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് ഇപ്പോൾ പറയുന്നത് അവിടെ മതപരിവർത്തനം. ഞാൻ പറഞ്ഞല്ലോ നിബിനെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഗോത്രവർഗ്ഗക്കാർക്ക് മതമില്ല. അവർക്ക് ഏത് മാർഗത്തിലും വിശ്വസിക്കാം. ഏത് ജീവിത ശൈലിയിലേക്ക് പോകാൻ ഉള്ള അവകാശമുണ്ട്. നിങ്ങളായിട്ട് അത് തടയാൻ നിൽക്കണ്ട. അവര് പഠിച്ച് മിടുക്കരായി വളരട്ടെ. പിന്നെ മതപരിവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇടപെടുന്നു. നിബിൻ, അപ്പോൾ ഒരു ട്രെയിനിൽ അവിടേക്ക് കുറച്ച് ആളുകൾ വരികയാണ്. നിബിൻ നോക്കൂ, ഒരു ലളിതമായ ചോദ്യം. ആ ട്രെയിനിൽ കുറച്ച് ആളുകൾ വരുന്നു. അവർക്ക് നിബിൻ പറയുന്നത് പോലെ ടിക്കറ്റും ഇല്ല, ID കാർഡും ഇല്ല. ശരി, റെയിൽവേ പോലീസ് അവരെ ചോദ്യം ചെയ്യുന്നു. അതിന് പിന്നാലെ അവർക്ക് മതപരിവർത്തനവും മനുഷ്യക്കടത്തും എന്നീ വകുപ്പുകൾ കന്യാസ്ത്രീ, അവരെ കാത്തുനിന്ന കന്യാസ്ത്രീകൾക്കെതിരെ ചുമത്തുന്നത് ഏത് സാഹചര്യത്തിലായിരുന്നു നിബിൻ? ഫാദർ വാദോറാതെ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. 2015 ഉമ്മൻചാണ്ടി സർക്കാർ ഇറക്കിയ ഒരു ഗവൺമെൻറ് ഓർഡർ ഉണ്ട്. 20% റിസർവേഷൻ ക്രിസ്ത്യാനികൾക്കും 80% റിസർവേഷൻ മുസ്ലിമുകൾക്കും. ഈക്വലായിട്ട് പോപ്പുലേഷൻ അടിസ്ഥാനത്തിൽ ഡിവൈഡ് ചെയ്ത് പോകേണ്ട സ്കോളർഷിപ്പ് കിട്ടാതെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബുദ്ധിമുട്ടിയപ്പോ അതിനെതിരെ ഒരാളും ചോദ്യം ചെയ്തു. ചരിത്രബോധം നിവിൻ ഇല്ലാത്തത് കൊണ്ടാണ് ആ വാദം ഇവിടെ അവതരിപ്പിക്കേണ്ടി വന്നത്. അതല്ല വിഷയം. എനിക്ക് ഇപ്പോൾ തന്നെ സമയം അധികരിച്ചു. അല്ല നിവിൻ, ഞാൻ പറഞ്ഞല്ലോ, സംവരണം എന്തിനാണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത് എന്നത് പോലും അറിയാത്ത ചരിത്രപരമായ ബുദ്ധിശൂന്യത ഉണ്ട് നിവിന്. അതുകൊണ്ടാണ് ആ വാദം ഇപ്പോൾ ഉന്നയിച്ചത്. എനിക്ക് സമയമില്ല. അതല്ല വിഷയം സുഹൃത്തെ, അതല്ല വിഷയം. ഇതിന് മറുപടി ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അരുണിലേക്ക് പോയിട്ട് അവസാനിപ്പിക്കും. ഈ ഓർഡർ സ്റ്റേ ചെയ്തിട്ടുണ്ട്. എനിക്ക് സമയമില്ല നിവിൻ. നോക്കൂ, ഛത്തീസ്ഗഡ് ആണ് ഇവിടെ വിഷയം. നിവിൻ, ഛത്തീസ്ഗഡ് ആണ് ഇവിടെ വിഷയം. ആ ട്രെയിനിൽ വന്നിറങ്ങിയ ആളുകൾക്ക് ID കാർഡും മറ്റു പ്രൂഫുകളും ഒന്നും ഇല്ലായിരുന്നു, ടിക്കറ്റും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്കെതിരെ ചുമത്തേണ്ടത് ഇതൊന്നും ഇല്ലാതെ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്നു എന്നുള്ള വകുപ്പുകളാണോ, അതോ മതപരിവർത്തനവും മനുഷ്യക്കടത്തുമാണോ? എങ്ങനെയാണ് ആ വകുപ്പുകളിലേക്ക് എത്തിയത്? അതൊന്ന് പറഞ്ഞു തരുമോ? എന്നുള്ള സ്കോളർഷിപ്പ് റിസർവേഷൻ മാറിയത് അത് ഇവിടുത്തെ
ഇവിടുത്തെ സഭയും സഭാ നേതൃത്വവും അത് മനസ്സിലാക്കണം. UDF ഗവൺമെന്റ് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ ചതിച്ചതാണ്. നിങ്ങളെ ചതിച്ചതാണ്. അതായത് 6 വർഷത്തോളം കാലം വളരെ കൃത്യമായിട്ട് UDF സർക്കാർ നിങ്ങളെ ചതിച്ചത് നിങ്ങൾ 2021 ജസ്റ്റിൻ പാലക്കാട് എന്നുള്ള ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാൾ കോടതിയിൽ പോയി ചീഫ് ജസ്റ്റിസ് മണികുമാർ ഇത് ബെഞ്ചിൽ വിധിന്യായം പുറപ്പെടുവിക്കുന്നവരെ നിബിൻ ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, ആ ട്രെയിനിൽ വന്നിറങ്ങിയ ആളുകൾക്ക് ഒരു പ്രൂഫും ഇല്ലായിരുന്നു എന്നുള്ള നിബിന്റെ വാദം അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ചോദിക്കുന്നു. ഒരു പ്രൂഫും ഇല്ലാതെ വരുന്ന ആളുകൾക്കെതിരെ ചുമത്തേണ്ടത് ആ പ്രൂഫുകളൊന്നുമില്ലാതെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ വന്നു എന്നതിനുള്ള വകുപ്പുകളാണോ അതോ മതപരിവർത്തനമോ മനുഷ്യക്കടത്തുമാണോ? എങ്ങനെയാണ് അത് ബോധ്യപ്പെട്ടത് അവിടെ മതപരിവർത്തനം നടത്താൻ പോകുന്നു എന്ന്? എവിടെ വെച്ചായിരുന്നു? ട്രെയിനിനുള്ളിലായിരുന്നോ മതപരിവർത്തനം, അതോ പ്ലാറ്റ്ഫോമിലായിരുന്നോ മതപരിവർത്തനം, അതോ ട്രെയിനിന് അടിയിലായിരുന്നോ? ഞാൻ പറഞ്ഞുതരാം. ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി പ്രൈമ ഫേസിയെ കിട്ടുന്ന എവിഡൻസിന്റെ അടിസ്ഥാനമാണ് ചാർജ് ഫ്രെയിം ചെയ്യുക. പിന്നീട് കോടതിയാണ് ചാർജ് ഓൾട്ടർ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ ആളുകളെ വെറുതെ വിടുക. അവിടെ ഗവൺമെന്റിനെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവർ പ്രാഥമികമായി കണ്ടെത്തിയ തെളിവുകൾ എന്താണെന്നുള്ളതാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അത് പ്രൈമ ഫേസിയ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ആണ്. പ്രൈമ ഫേസിയെ കണ്ടെത്തിയതാണ്. ബജ്രംഗ് ദൾ അല്ല, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ബജ്രംഗ് ദൾ എന്നുള്ളത് നിങ്ങളുടെ ആരോപണമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്ത്രീ ബജ്രംഗ് ദൾ അല്ല അല്ലേ? ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ചാർജ് ഇടാൻ അരുൺ, ഈ ചർച്ചയിൽ നിന്നും ബോധ്യപ്പെടുന്ന ഒരു കാര്യം, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് മുന്നിൽ മാധ്യമങ്ങൾ മൈക്ക് വെക്കുമ്പോൾ കന്യാസ്ത്രീകൾക്കൊപ്പമാണ് എന്ന് ഒരു വരി പറഞ്ഞിട്ട് മുന്നോട്ട് നടക്കാൻ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു മറു ചോദ്യം അവിടെ ഉണ്ടാകില്ല. പക്ഷേ ഒരേ സമയം ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം ഇരയെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന BJPയുടെ മുഖം ഇതാണ്. ചോദ്യങ്ങൾ വരുമ്പോൾ അവർക്ക് എവിടെ നിലയുറപ്പിക്കണമെന്നത് അറിയില്ല. അടുത്ത ക്രിസ്മസ് കാലത്ത് അരമനകൾ തോറും കയറാൻ ധൈര്യമുണ്ടാകുമോ ഈ കൂട്ടർക്ക്? അവർക്ക് BJPയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രതിസന്ധി ഉണ്ടായെങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ ചർച്ചയിൽ നമ്മൾ കണ്ടില്ലേ, കൃത്യമായിട്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും കാണിച്ച് ചോദിക്കുമ്പോൾ പോലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഏറ്റവും സാധാരണക്കാരായ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്നവർ പോലും വിവിധ മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് മാറിയാൽ അവരുടെ സംവരണം നഷ്ടപ്പെടും എന്നു പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് ആക്രമിച്ച്, ഇപ്പൊ കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടുവരെ ഇവരെ ആക്രമിക്കുന്നത് കാണുകയാണ്. പോലീസ് അവർക്ക് വേണ്ടിയിട്ടുള്ള വഴി ഒരുക്കി കൊടുക്കുക. എന്നിട്ട് പറഞ്ഞു BJP ഞങ്ങളല്ല ബജരംഗ് ദളാണ്, വിശ്വ ഹിന്ദു പരിഷത്താണ്. വിശ്വ ഹിന്ദു പരിഷത്ത് പറയുന്നു ഞങ്ങളുടെ യുവജന വിഭാഗമാണ് ബജരംഗ് ദൾ. ഇതെല്ലാം പല രൂപത്തിലാണ്, പല കുപ്പിയിലാണെന്നേ ഉള്ളൂ. ഒരേ സംഘടനയാണ്. 100ഓളം വരുന്ന സംഘടനകൾ RSSന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവർ പല രൂപത്തിൽ വരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, അതുപോലെ തന്നെ അവരെ വഴിതെറ്റിക്കാൻ, പ്രലോഭനങ്ങൾ കൊടുക്കാൻ. അവർക്ക് ഒരു ഹിന്ദുത്വ അജണ്ടയുള്ള ഒരു രാഷ്ട്രം സൃഷ്ടിക്കണം. ന്യൂനപക്ഷങ്ങളില്ലാത്ത, പ്രതിഷേധത്തിന്റെ സ്വരങ്ങളില്ലാത്ത, ഒരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടാത്ത തരത്തിൽ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കണം. അതുപോലെ സ്ത്രീനാ സ്വാതന്ത്ര്യം അർഹതയെ നടപ്പാക്കണം. അതുപോലെ തന്നെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ആ തരത്തിൽ ചാതുർവർണ്ണത്തിന്റെ ഇരുണ്ട നാളുകളിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകണം. അതിനുവേണ്ടി പല അജണ്ടകളുമായിട്ട് വരും. പക്ഷെ അതൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ ചെറുക്കും. ആ ചെറുത്തു തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പൊ നമ്മൾ കാണുകയാണ്. പരമോന്നത നീതിപീഠമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ആ തരത്തിൽ പോരാട്ടം തുടരും. അത് കൃത്യമായിട്ട് നിയമപരമായിട്ടും പോരാട്ടം തുടരും, സംഘടനാപരമായിട്ടും ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം തുടരും. അത്തരത്തിലുള്ള പോരാട്ടത്തിന് മുന്നിൽ ഇവർക്ക് കൃത്യമായി തന്നെ തോറ്റു തുന്നം പാടേണ്ടി വരും എന്നതിൽ യാതൊരു സംശയമില്ല. ശരി ഫാദർ, ക്ഷമിക്കുക, സമയം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ജനാധിപത്യത്തിന്റെ 4 അയലത്ത് കയറ്റാൻ കൊള്ളാത്ത ഇക്കൂട്ടരെ ഇനിയെങ്കിലും മാറ്റി നിർത്തണം എല്ലാ നേതൃത്വങ്ങളും. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്ന എല്ലാവർക്കും ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.